ഇവൻ എത്ര ദുആ ചെയ്താലും സ്വീകരിക്കൂല. ഇവൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് അവന്റെ കണ്ണുനീര് തീർന്നുപോയി. തലച്ചോറ് കണ്ണിലൂടെ ഒലിച്ചിറങ്ങിയാൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. ചെറുപ്പക്കാരാ, ഒരു മനുഷ്യൻ കരഞ്ഞു ദുആ ചെയ്തിട്ട് അവന്റെ കണ്ണീര് തീർന്നിട്ട് തലച്ചോറ് അല്ലാഹുവേ വെള്ളമായിട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുകയാ. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈ ഇങ്ങനെ പിടിച്ചവന്റെ കൈ ഒടിഞ്ഞു പോയാൽ, ഇരുന്നവന്റെ നട്ടെല്ല് ഒടിഞ്ഞു പോയാൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. മൂസാ നബി ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു സമയമാണ് മരണത്തിന്റെ സമയം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നവരായി മരിക്കണം. മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നവരായി മരിക്കാൻ ആഗ്രഹമുള്ളവർ കൈവക്കും. ദാഹം തീർന്നവരായി മരിക്കാൻ എന്താ അരക്കയ്യന്മാരുണ്ടാ ആഗ്രഹമുള്ളവർ? എന്താ ചങ്ങായിമാരെ റോഡിൽ നിൽക്കുന്നവരൊക്കെ മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നവരായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിലും വെള്ളം വയറ് നിറച്ച് കുടിച്ചവനെ പോലെ മരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓസിന് കിട്ടൂല. വെള്ളം കുടിച്ചില്ലെങ്കിലും വെള്ളം വയറ് നിറച്ച് കുടിച്ചവനെ പോലെ മരണസമയത്ത് മരിക്കണമെങ്കിൽ ചുമ്മാതെ കിട്ടൂല. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സർവർക്കും അറിയാം. ഏകദേശമുള്ള 90% പേർക്കും അറിയുന്ന ഒരു സൂറത്ത്. അത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് അവസാനം പറയാം, ഓർമ്മിപ്പിക്കണം കേട്ടാ, ഓർമ്മിപ്പിച്ചാ മതി. അപ്പം മരണസമയത്തിൽ ഇങ്ങോട്ട് നോക്ക്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 5 വിഭാഗം ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ 5 വിഭാഗം ഇതുപോലെ ഉണ്ടാകുമ്പോ മറ്റഞ്ച് വിഭാഗമുണ്ട്. എന്നിട്ട് നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചിലര് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ട, അവനോട് പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ട, സ്വന്തം ഓർമ്മയോടുകൂടി പറഞ്ഞിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ട, ഓൻ സ്വന്തമായിട്ട് പറയും. വാപ്പ നീ സ്വന്തമായിട്ട് പറഞ്ഞിട്ട് മരിക്കും. രണ്ടാമതൊരു വിഭാഗമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന് റൂഹ് പിടിക്കണ മലക്ക് തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയും മക്കളും ബന്ധുക്കളുമല്ല, ഈ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിൽ തന്നെ തലയിൽ കൈവച്ചിട്ട് പറയും, പറ മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗ്ഗം കിട്ടൂടാ, പറ ലാ ഇലാഹ, മലക്ക് പറഞ്ഞു തരും. മൂന്നാമതൊരു വിഭാഗമുണ്ട്. അല്ലാഹുവേ എവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന മലക്കൽ മൗതി മക്തൂബൻ അലാ ജബഹതിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇദാ റആഹുൽ മുസ്ലിമു തദക്കറു ഷഹാദ. അവരാണ് വിവിഐപികൾ. ഒന്നാമത്തെ വിഭാഗം ഓർമ്മയോടുകൂടി പറയും. രണ്ടാമത്തെ വിഭാഗം അസ്റായിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് പറയും. മൂന്നാമത്തെ വിഭാഗം മലക്കുൽ മൗത്തിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിച്ചിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവര് വായിച്ചിട്ട് മരിക്കും. നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? ആര് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് പറഞ്ഞിട്ട് മരിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലതുപോലെ കേൾക്കുന്നുമുണ്ട്, പക്ഷേ തന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയാത്ത ആ നഷ്ടവാളി ആരാ നബിയേ? ആ പരാജയപ്പെട്ടവൻ ആരാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ചെറുപ്പക്കാരാ കേൾക്കണേ പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം വിളിക്കുന്നു, ഹയ്യ അലസ് സ്വലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന്
5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. നമസ്കാരമാണ് വലുതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ നമസ്കരിക്കാത്തവനല്ല, അള്ളാന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവനല്ല, അവനെ കുറിച്ച് ചർച്ചയില്ല, അവന് കാഫിറാ. എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടെന്ന് പറയുകയാണ് താരിഖു സ്വലാത്തി കാഫിറാ. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് നിസ്കരിക്കാത്തവനുണ്ടല്ലോ, മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ്, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാൽ അവന് കാഫിറാ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഉമർ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാത്തവന് മുസ്ലിമല്ലല്ലോ. അവൻ ഏത് കോലത്തിൽ നടക്കട്ടെ, ചുപ്പയും തൊപ്പിയും താടിയുമുള്ളവനാകട്ടെ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. വരുവടാ പുണ്യമോര്, നാളെ നീ പരലോകത്ത് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? നിന്നെ എല്ലാവരും കാണും പുണ്യമോര്. നാളെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് പടച്ചുറപ്പിന്റെ പരലോകത്ത് വരുമ്പോ നിന്റെ തല ഇങ്ങനെയല്ലടാ. അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ജനങ്ങൾ പോകുന്നത് കണ്ടിട്ട് പോലും കടക്കകത്തിരുന്ന് കണ്ടിട്ട് കയറാത്തവര്, നാളെ ഈ കോലത്തിലല്ല നീ വരുന്നത്, പന്നിയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പന്നിയുടെ രൂപത്തില് ദുർഗന്ധമടിക്കുന്ന രീതിയില് നാളെ നീ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാഴ്ച കണ്ടു. ചെറുപ്പക്കാരാ, അവിടെ നിന്നൊരു കാഴ്ച കണ്ടു. അല്ലാഹുവേ, കയ്യും കാലും കെട്ടിക്കെട്ടൊരു വിഭാഗത്തെ ഇട്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ജനങ്ങള് കയ്യും കാലും കെട്ടിക്കെട്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാ. മലക്കുകൾ വലിയ പാറക്കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയുടെ മുകളിലേക്ക് ഇടുകയാണ്. പപ്പടം പൊടിയുന്നത് പോലെ തലച്ചോറ് പൊട്ടിച്ചിതറുകയോ. രണ്ടാമത് താഴെ വീണ കല്ലു മലക്ക് പിന്നെയും എടുക്കുകയാ. തിരിഞ്ഞു നോക്കുമ്പോ പഴയ രൂപത്തിലെ തലയായിരിക്കുന്നു. പിന്നെയും തലയുടെ മുകളിൽ ഇടുകയാണ്. അല്ലാഹുവേ, റസൂലുള്ള ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീല്, ആരാണ് ജിബ്രീല് യാ റസൂലല്ലാഹ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ഉത്തരം കൊടുക്കാത്തവനാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് കച്ചവടമാണല്ലോ വലുത്. ഈ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഈ പള്ളിയുടെ മുന്നിൽ കടക്കകത്തിരിക്കുന്ന മനുഷ്യ, നിനക്ക് പണമല്ലേ വേണ്ടത്, നിനക്ക് ദുനിയാവല്ലേ വേണ്ടത്? രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവാണ് നിനക്ക് കച്ചവടം തന്നത്, നിനക്ക് റിസ്ക് തരുന്നവൻ അല്ലാഹുവാ. ഇത് തന്ന അല്ലാഹുവിന് വേണ്ടി ഒരു 5 മിനിറ്റ് നിനക്കതൊന്ന് കളഞ്ഞിട്ട് പള്ളിയിൽ വരാ മനസ്സില്ലാത്തവന്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പള്ളിയിൽ കേറാത്ത കച്ചവടക്കാരാ, റോഡിൽ ഇരുന്നിട്ട് കേറാത്തവര്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു മനുഷ്യൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസാ നബി അത്ഭുതത്തോടെ നോക്കുകയാണ്. പടച്ചവനെ, മൂസാ നബി പോയിട്ട് തിരിച്ചു വരുമ്പോഴും ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവേ, ഇങ്ങനെയും ആൾക്കാരുണ്ടോ തമ്പുരാന്? നിന്റെ അടിമ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നല്ലോ അല്ലാ, ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനെ കണ്ടപ്പോ മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞു തീരേണ്ട താമസം മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മൂസ നബിയേ, ഇവൻ എത്ര ദുആ ചെയ്താലും സ്വീകരിക്കൂല. ഇവൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് 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 അവന്റെ കണ്ണുനീര് തീർന്നുപോയി. തലച്ചോറ് കണ്ണിലൂടെ ഒലിച്ചിറങ്ങിയാൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ.
ചെറുപ്പക്കാരോ ഉപ്പമാരെ, ഒരു മനുഷ്യൻ കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തിട്ട് അവന്റെ കണ്ണീര് തീർന്നിട്ട് തലച്ചോറല്ലാകുവോ വെള്ളമായിട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുകയാ. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈ ഇങ്ങനെ പിടിച്ചവന്റെ കൈ ഒടിഞ്ഞു പോയാൽ, ഇരുന്നിരുന്നവന്റെ നട്ടല് ഒടിഞ്ഞു പോയാൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. മൂസാ നബി ചോദിച്ചു, എന്തേ പടച്ചവരെ അല്ലാഹുവേ, ആ മനുഷ്യൻ ചെയ്ത പാപം എന്തെന്നറിയോ? ഇവിടെയും ഇരിപ്പുണ്ട് ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാരും ആ മനുഷ്യൻ ചെയ്ത പാപം ചെയ്തതാ. ഇതുപോലെ ദുആ ചെയ്താലും സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അവൻ ദുനിയാവിനെ പ്രേമിച്ചവനാ, ദുനിയാവിനെ സ്നേഹിച്ചവനാ, ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവനാ. അല്ലാഹുവിന്റെ പള്ളിയിൽ കേറാൻ അവന് സമയമില്ലായിരുന്നു. അവന് പണമാണ് വേണ്ടത്, അവന്റെ കടയാണ് വേണ്ടത്. അല്ലാഹുവിനെക്കാളും വലുത് കടയായിരുന്നു, അല്ലാഹുവിനെക്കാളും വലുത് കടയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരിക്കൽ ഒരു മനുഷ്യൻ ശൈത്താനോട് ചോദിച്ചു, നിന്നെക്കാളും നശിച്ച ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, പഠിക്കണം. പള്ളി ബാങ്ക് വിളിച്ചു, എല്ലാരും നിസ്കരിക്കാൻ പോകുമ്പോ കടയിൽ ഈ ഉയർത്തി പിടിച്ച കൈ ഒടിഞ്ഞു പോയി. ഈ ഉയർത്തി പിടിച്ചിരിക്കുന്ന കൈ പോയി, ഇരുന്നിട്ട് നട്ടലൊടിഞ്ഞു പോയി. കണ്ണുനീര് തീർന്നിട്ട് തല. ഇവൻ ഇങ്ങനെ ദുആ ചെയ്താലും സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ കള്ളുകുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കേറാതെ പണം വേണമെന്ന് പറഞ്ഞ് കടയിലിരുന്നവനാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു ശൈത്താനോട് ചോദിച്ചു, എടാ നിന്നെക്കാളും വലിയ ശൈത്താന്മാരാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ എടാ നിന്നെക്കാളും പഴച്ച ആരെങ്കിലും ഉണ്ടോ? ശൈത്താൻ പറഞ്ഞു ഉണ്ടെന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശൈത്താനെക്കാളും പിഴച്ചവനാരാ? ശൈത്താനെക്കാളും പിഴച്ചവനാരാ? ഉണ്ട്, ഒരുപാടെണ്ണുണ്ട്. ഒരാൾ ഞാൻ പറഞ്ഞുതരാം. ശൈത്താനെക്കാളും വലിയ ശൈത്താനുണ്ട്. അവിടെ ചരിത്രത്തിൽ കാണാം, നാളെ ശൈത്താൻ നരകത്തിന്റെ മുന്നിൽ വെച്ചൊരു വഅദ് പറയും. ശൈത്താൻ ഒരു പ്രഭാഷണം നടത്തും. എന്നിട്ട് എല്ലാവരോടും പറയും, അനിയന്മാർ എല്ലാം പൊക്കോ, കേറിക്കോ, നരകത്തിൽ കേറിക്കോ, ഞാൻ ഉസ്താദല്ലേ, പുറകെ വരാൻ കേറിക്കോ. അവനനുസരിച്ചവരെ മുഴുവൻ അവൻ നരകത്തിലേക്ക് കയറ്റിവിടും. അപ്പൊ ഇവനിങ്ങനെ ഇരിക്കുക. അപ്പൊ നോക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ, പറമനുഷ്യന്മാരെ. അവന്റെ വില ഞാൻ പറഞ്ഞുതരാം, അവൻ ആരാന്ന് പറഞ്ഞുതരാം. ഫിറൗൻ ഇങ്ങനെ നടന്നു വരിക. ഈ സ്കൂളിൽ ടീച്ചർമാര് വരുമ്പോ കുട്ടികൾ എഴുന്നേക്കണ പോലെ ശൈത്താൻ എഴുന്നേറ്റ് നിൽക്കും. ശൈത്താൻ ഫിറൗൻ നടന്നു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാം. ശൈത്താനോട് ഫിറൗൻ ചോദിക്കും, നീ എന്തിനാണ് എഴുന്നേറ്റ്? എടാ എന്നെ പിഴപ്പിച്ചത് നീയാ, ഈ നരകത്തിൽ കിടക്കണവരെ മുഴുവനും പിഴപ്പിച്ചത് നീയാ. ഞാൻ വന്നപ്പോ മാത്രം എന്തിനാ എഴുന്നേറ്റ്? അപ്പൊ പറയോ, നീ സാധാരണ ആളല്ല അളിയാ, നീ വരുമ്പോ എഴുന്നേക്കണം, നീ സാധാരണ ആളല്ല. അതെന്തേന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയത്രേ, ഈ ലോകത്ത് ഈ നരകത്തിൽ കിടക്കണവരെ മുഴുവനും പിഴപ്പിച്ചതാ ഞാനാ, സമ്മതിച്ചു. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരോട് ഞാൻ അല്ലയാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇബ്ലീസ് ശൈത്താൻ ഇന്ന് വരെ ആരോടെങ്കിലും ഞാൻ അല്ലയാന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ആര് പറഞ്ഞു? ഫിറൗൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല. അവൻ പറഞ്ഞു ഞാനാ റബ്ബെന്ന്. അപ്പൊ ശൈത്താനെക്കാളും വലിയ ശൈത്താൻ അവനാ, ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇബ്ലീസിനോട് ചോദിച്ചു, നിന്നെക്കാളും പിഴച്ച ആരെങ്കിലും ഉണ്ടോ? ഇബ്ലീസ് പറഞ്ഞു ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ അല്ലാഹു ഇബ്ലീസിനെ ശപിച്ചത്? എന്തിനാ അല്ലാഹു ഇബ്ലീസിനെ ശപിച്ചത്? കള്ളുകുടിച്ചതുകൊണ്ടാ? വ്യഭിചരിച്ചതുകൊണ്ടാ? എന്തിനാ ശപിച്ചേ? ആദം നബിയുടെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തത്. എന്തിനാ ശപിച്ചേ? ആദം നബിയുടെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തതിനാ അവനെ ശപിച്ചത്, അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തവനെ അള്ളാഹു ഇങ്ങനെ ആക്കിയെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹിന് വേണ്ടിയാണ്. നമ്മൾ നിസ്കരിക്കുന്ന ആർക്ക് വേണ്ടിയാ? അള്ളാഹിക്ക് വേണ്ടി. ഒരു സുജൂദ് ചെയ്യാത്തവനെ പുറത്താക്കിയെങ്കിൽ ഈ നിസ്കരിക്കാത്തവനെ എന്താ ചെയ്യേണ്ടത്? ഇബ്ലീസ് പറയാ, എന്നെക്കാളും പിഴച്ചവൻ അവനാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
പിന്നെ ഓനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ സദസ്സിന്റെ ബർക്കത്ത് കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിസ്കരിക്കാത്തവനല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാത്ത ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നിസ്കരിക്കാത്തവനല്ല. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്ന മനുഷ്യനാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉമർ ഉസ്താദ് മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്കുള്ളതാ. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്കുള്ളതാ. നബിയേ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകം കിട്ടുവോ? ഏത് നിസ്കാരക്കാരാ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂർ. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവര്, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവര്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരം 25, 30, 40 കൊല്ലം നിസ്കരിച്ച ഉപ്പമാര്, എന്റെ നിസ്കാരം കണ്ട ശൈത്താന് പോലും ചിരിയാണ് വരുന്നത്. കോമാളിത്തരമാണ്, അള്ളാനെ കളിയാക്കലാണ്, അള്ളാനെ കളിയാക്കലാണ്. പ്രവാചകൻ അവിടുന്ന് മസ്ജിദുൻ നബവിക്കകത്ത് ലോകത്തിന്റെ നേതാവിരിക്കുമ്പോ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കുകയാണ്. നമസ്കാരത്തിന്റെ ഇടയിൽ തന്റെ താടിയൊന്ന് നേരെയാക്കി, ഒന്ന് താടിയിൽ ഇങ്ങനെ പിടിച്ചു നേരെയാക്കി. നമസ്കാരം കഴിഞ്ഞപ്പോ അടുത്ത് വിളിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് ചോദിച്ചു, നിനക്ക് അല്ലാഹനെ പേടിയില്ലേ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹനെ കുറിച്ച് പേടിയില്ലാതെ പോയല്ലോ. നമസ്കാരത്തിലെ താടി നേരെയാക്കുന്നല്ലോ. ഈ രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ സമുദായത്തിലല്ല മരിച്ചത് എന്ന് കരുതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമസ്കരിക്കുമ്പോ താടി നേരെയാക്കിയ സ്വഹാബിയോട്, ഇങ്ങനെ മരിച്ചു പോയാ നീ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത്, എന്റെ ഉമ്മത്തായിട്ടല്ല മരിക്കുന്നത്. താടി നേരെയാക്കിയ സ്വഹാബിയോട് പറഞ്ഞെങ്കിലോ നമ്മുടെ നമസ്കാരം എങ്ങനെയാ? നമ്മുടെ നമസ്കാരം എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് നിസ്കാരം വേണ്ട, സ്വർഗത്തിൽ പോകാൻ ഒരുപാടൊന്നും വേണ്ട. ഒരേ ഒരു വഖ്ത് മതി, നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒറ്റ വഖ്ത് മതി സ്വർഗത്തിൽ പോകാൻ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോ, ഒന്നീ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നില്, ഒന്നീ നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതും, ഇല്ലെങ്കിൽ നിന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ വഖ്ത് മതി സ്വർഗ്ഗത്തിൽ പോകാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൊറ്റ വഖ്ത് നിസ്കരിച്ചു കഴിയുമ്പോൾ ഒന്നീ നീ സ്വർഗ്ഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. നിസ്കരിക്കുമ്പോൾ ഓർത്തോണം, ഒറ്റ ഒരു വഖ്ത് നിസ്കാരത്തിൽ കഴിയുമ്പോൾ നീ ആലോചിക്കണം, ഒന്നീ സ്വർഗം അല്ലെങ്കിൽ നരകം നിനക്ക് ഉറപ്പാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എങ്ങനെന്നറിയോ? നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുമ്പോ ശൈത്താൻ ഓടി വരും, മലക്ക് ഓടി വരും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ പലപ്പോഴും ചോദിക്കും, ഉസ്താദ് നിസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യമൊക്കെ ഓർമ്മ വരും അല്ലേ? നമസ്കരിക്കുമ്പോൾ പഴയ കാര്യമൊക്കെ ഓർമ്മ വരും, കടം കിട്ടാനുള്ളത് ഓർമ്മ വരും, ആർക്കൊക്കെ കൊടുക്കാൻ, എല്ലാം മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് നിസ്കരിക്കുമ്പോഴാണ്. കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ കൈകെട്ടുമ്പോ അവന്റെ ഇടതുഭാഗത്ത് നിന്നിട്ട് ശൈത്താൻ പഴയ കാര്യങ്ങൾ മുഴുവനും ചെവിയിൽ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത് ഇബ്ലീസ് മറന്നത് മുഴുവനും പറയുകയാ, പഴയ കാര്യങ്ങൾ മുഴുവനും നിന്റെ ചെവിയിൽ പറയുകയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, മനുഷ്യ നീ നിൽക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലാ,
നിൽക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാ. അവന് പറയുന്നതനുസരിക്കല്ലേ, ഇവൻ പറയുന്നതനുസരിക്കല്ലേ. ഇവൻ നിന്നെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. പടച്ചവനെ മലക്കവിടെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവേ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ റുകൂഉം സുജൂദും കണ്ടാ എന്തൊരു ഓട്ടമാണെന്നറിയുമോ? ഓടി കൊത്തുന്നത് പോലെ. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പെട്ടെന്ന് സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എത്ര കൊല്ലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? 40 കൊല്ലമായി തങ്ങളെ, 40 വർഷമായി തങ്ങളെ. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ രീതിയിലാണ് നീ നിസ്കരിക്കുന്നതെങ്കിലോ നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് കളിക്കാനുള്ളതല്ല. സുജൂദ് നീ സാവകാശം ഒരുപാട് നേരം സുജൂദിൽ കിടക്കണമെന്ന, ഒരുപാട് സമയം സുജൂദിൽ കിടക്കണം. സുജൂദിൽ കടന്നാ കിട്ടുന്ന പ്രതിഫലം പ്രവാചകൻ പറയുകയാ, പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാ. നീ ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. നീ സുജൂദ് ചെയ്യുമ്പോ മരത്തിൽ നിന്ന് ഉണക്കയല പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിയുമ്പോ മലക്ക് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മനുഷ്യ നീ സ്വർഗവാസിയാ. നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയാണല്ലോ. അതാ മലക്ക് പറയുകയാണ്. ഇനി ശൈത്താൻ പറയുന്നതനുസരിച്ചിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ അവൻ നിന്ന് ചിരിക്കുകയാ. മലക്ക് പറയുന്നു, എടാ നഷ്ടപാളിയേ, നശിച്ചവരെ, സ്വർഗം കളഞ്ഞല്ലോടാ, സ്വർഗം കളഞ്ഞല്ലോടാ. ഞാൻ പറയുന്നതൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ നീ സ്വർഗവാസിയാകുമായിരുന്നല്ലോ. നിന്റെ പേര് നരകത്തിന്റെ വെച്ചിട്ടുണ്ട്, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലക്കവിടെന്ന് ശപിച്ചുകൊണ്ട് പറയുമ്പോ, പ്രിയമുള്ളവരെ, എന്തേ ചിന്തിക്കാത്തത്? ഒരു കൊതുക് പറന്നാ മതിയല്ലോ. ചെടിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് പറന്നു പോയാ നമ്മൾ അറിയുമല്ലോ. ഒരു കൊതുക് കടിച്ചാൽ, ഒരു കൊമ്പ് കടിച്ചാൽ ഞാനും നിങ്ങളും അറിയുമല്ലോ. ഇങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗം കിട്ടുന്നതെന്നറിയോ? ഇങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗം കിട്ടുന്നതെന്നറിയോ? മഹാനായ എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ചരിത്രത്തിൽ കാണാം. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു കാലിന്റെ വിരൽ പഴുക്കുകയാണ്. എന്റെ വിരൽ പഴുത്തു. വൈദ്യന്മാര് പറഞ്ഞു അത് മുറിച്ച് കളയണമില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. ഉർവതങ്ങളും സമ്മതിച്ചില്ല. അതാ കാൽപ്പത്തി മുഴുവനും പഴുപ്പ് പിടിച്ചു. വൈദ്യന്മാരെപ്പോഴും പറഞ്ഞു മുറിച്ച് കളയണം. ഉർവതങ്ങളെ സമ്മതിക്കുന്നില്ല. അവസാന കാൽപ്പത്തിയിൽ നിന്ന് മുകളിലേക്ക് പഴുപ്പ് കയറി. വൈദ്യന്മാര് പറഞ്ഞു, ഇനി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറിയിട്ട് അരവെച്ച് മുറിച്ചു മാറ്റേണ്ടി വരും. റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, വൈദ്യന്മാര് കുറച്ച് കള്ള് കൊണ്ടുവരികയാണ്. തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കള്ള് കുടിക്കണം. എന്തിനാ കള്ള് കുടിക്കുന്നത്? വേദന അറിയാതിരിക്കാനാ. കാല് മുറിച്ചു മാറ്റുമ്പോ വേദന അറിയാതിരിക്കാനാ. തങ്ങൾ പറഞ്ഞു, ഞാൻ കള്ളു കുടിക്കൂല. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാനൊന്ന് ഉളുവെടുത്തിട്ട് നിസ്കരിക്കാം, ഞാനൊന്ന് ഉളുവെടുത്തിട്ട് നിസ്കരിക്കാം. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോ കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റി വയ്ക്കോ, എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. നിങ്ങൾ ഉളുവെടുത്തിട്ട് നിസ്കരിക്കാൻ കൈകെട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു മരുന്നും കൊടുക്കാതെ പടച്ചവനെ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ചക്കാലങ്ങ് മുറിക്കുകയാ.
അവിടത്തെ കാലങ്ങ് വെട്ടിമുറിച്ചു വാപ്പാ. അറിഞ്ഞില്ല വാപ്പാ, അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് നമസ്കരിക്കുന്ന സമയത്ത് വെട്ടിമുറിച്ചെടുക്കുകയാ. റബ്ബേ, നമസ്കാരത്തിലാ, അറിയുന്നില്ല. ആ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, വൈദ്യന്മാര് ചെയ്തതെന്തെന്നറിയോ? തിളപ്പിച്ച എണ്ണയുണ്ടല്ലോ, സൈതണ്ണ തിളപ്പിച്ചിട്ട് ആ മുറിച്ച കാലിലേക്കങ്ങ് മുക്കുകയാ. സുബ്ഹാനല്ലാഹ്, തിളച്ച എണ്ണ മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ ഉറുമതങ്ങള് പിടഞ്ഞു വീഴുകയാണ്. അവിടത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറയണമല്ലോ. ആരാ പറയുന്നത്? വൈദ്യന്മാര് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു മറ്റൊരു പരീക്ഷണം കൊടുത്തു. തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെടുകയാ. ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു. പടച്ചവനെ, വൈദ്യന്മാര് ആരാ പറയുക? ബോധം തിരിച്ചു വരുമ്പോ എങ്ങനെയാ പറയുക? അവസാന മുറുവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലങ്ങ് മുറിച്ചു മാറ്റി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്. തങ്ങളെ, മരിച്ചുപോയി തങ്ങള്, ഏറ്റവും ചെറിയ മകനും മരിച്ചുപോയി തങ്ങള്. ഇന്നാലില്ലാഹി അൽഹംദുലില്ലാഹ്. ഉറുവതങ്ങളിരുന്ന് കരയുകയാ. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് ഇരുന്ന് കരയുകയാ. എന്തിനാ തങ്ങള് കരയുന്നത്? എന്തിനാ തങ്ങള് കരയുന്നത്? എന്റെ കാല് മുറിച്ചു മാറ്റിയത് കാരണം എനിക്കിനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഇനി ഒരുപാട് നേരം ഈ ഒറ്റ കാലുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, ഇതാണ് സ്വർഗം കിട്ടുന്ന നിസ്കാരം, ഇതാണ് സ്വർഗം കിട്ടുന്ന നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കാരം ഒരു ലഹരിയാടാ, നിസ്കാരം ഒരു ലഹരിയാടാ. അതിലേക്ക് അടുത്ത് കഴിഞ്ഞാ എന്തൊരാനന്ദമെന്നറിയോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കുകയറിന്റെ മുമ്പിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. ഹുബൈബ്, നിന്റെ അഭിലാഷം എന്തേ ഹുബൈബ്? കൊല്ലാൻ പോവുകയാണ്. നല്ല മോഹമുണ്ടെങ്കിൽ പറ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരുമോ? ജീവിതത്തിന്റെ അഭിലാഷം ചോദിച്ചപ്പോ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? ഹുബൈബ് തങ്ങൾ ഉളുവെടുത്ത്, ചെറുപ്പക്കാരാ, കുമ്പളയിലെ യുവത്വേ, ഏത് തോന്നിവാസത്തിനും മുമ്പന്തിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, ലഹരി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉളുവെടുത്തിട്ട് 2 റക്അത്ത് പെട്ടെന്ന് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാദാ, എന്തിനാണ് ഞാൻ പെട്ടെന്ന് തങ്ങ് നിസ്കരിച്ചതെന്നറിയുവോ? ഞാൻ എപ്പോഴും നിസ്കരിക്കുമ്പോ വലിയ സൂറത്തോതി കെട്ടാ നിസ്കരിക്കുന്നത്. ഇന്നും പെട്ടെന്ന് നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാ, ഞാനെങ്ങാണം എന്റെ നമസ്കാരം നീട്ടിയ ഈ ശത്രുക്കൾ വിചാരിക്കും ഹുബൈബിനും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് റബ്ബേ എന്റെ നിസ്കാരം നീട്ടി കുറച്ചത്, എന്റെ നിസ്കാരം കുറച്ചത്. അതുകൊണ്ടല്ലാ, എനിക്കൊരുപാട് കാലം ഇനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഒരുപാട് കാലം എനിക്ക് നിസ്കരിക്കാൻ ഭാഗ്യമില്ലല്ലോ. കരഞ്ഞുകൊണ്ട് തൂക്കുകയറിന്റെ മുന്നിലേക്ക് കയറുമ്പോ, ചെറുപ്പക്കാരാ, അല്ലാഹുവിനോടൊന്ന് സംസാരിക്കാൻ പഠിക്കടാ പൊന്നുമോരെ. ഒന്ന് സംസാരിക്കുമോരെ. മനസ്സിന്റെ അകത്തുള്ളത് മുഴുവനും അല്ലാഹുവിനോടൊന്ന് പറയടാ. കണ്ണിന്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ, ഒരു മറയുമില്ലാതെ അല്ല നിന്റെ മുന്നിൽ നിസ്കരിക്കുമ്പോ നിൽക്കുന്നുണ്ട്. ഒന്ന് കൈകെട്ടികെട്ട് നിന്റെ പരാതി പറയാൻ പറ്റുമോ?
അല്ലാഹുവേ, അവിടെയാ സമാധാനമുള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്. അതാ ഒരു മഹാൻ ഒതുവെടുക്കുകയാ, ഒരു മഹാൻ ഒതുവെടുക്കുകയാ. ഒതുവെടുക്കുമ്പോഴേ കരയുകയാ, കൈകാല് വിറയുകയാണ്, കൈകാല് വിറയ്ക്കുകയാണ്. എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ ഒതുവെടുക്കുമ്പോ കരയുന്നത്, കൈകാല് വിറയ്ക്കുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഒതുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ, ഞാൻ ഒതുവെടുക്കുന്നത് പടച്ചവനെ കാണാനാ. എങ്ങനെയാ കരയാതിരിക്കാ, എങ്ങനെയാ നിറം മാറാതിരിക്കാ, എങ്ങനെയാ എന്റെ കൈകാല് വിറയ്ക്കാതിരിക്കാ? ഞാനും നിങ്ങളും എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഒതുവെടുക്കുന്നവരാ. ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരൊറ്റ വഖത്ത് മതി സ്വർഗത്തിൽ പോകാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമസ്കാരത്തിൽ അലസത കാണിക്കുന്ന മുസ്ലിമേ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ഒലുവെടുക്കുമ്പോഴേ കരയണം, അതാ നല്ലത്. ഒലുവെടുക്കുന്ന സമയത്ത് ഒരു സഹാബിയുടെ കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ല നിസ്കരിച്ചപ്പോ. നമ്മളോ ഒരു ഉറുമ്പ് കടിച്ച എഴുന്നിട്ട് ഓടും. നമ്മുടെ നമസ്കാരം ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ ഒരു പാപം, നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ ഒരു പാപം, നിസ്കരിക്കാത്തതിന്റെ പാപം. പക്ഷെ നമ്മൾ പള്ളിയിൽ പോയ രണ്ട് പാപം. ഒന്ന് അള്ളാനെ കളിയാക്കിയതിന്റെ പാപം കൂടെ കിട്ടും. ഒന്ന് അള്ളാനെ കാണാൻ നമ്മുടെ നിസ്കാരം കാണുമ്പോൾ ശൈത്താൻ തന്നെ നോക്കുക, എന്തോ അള്ളാഹ് കാണിക്കുന്നത് എന്ന് ചിരിക്കുക. അള്ളാഹു മാന്യമായിട്ട് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കാരത്തിൽ അലംബാബ് പിന്നെ ചെയ്യാം, പിന്നെ ഈ മൂന്ന് കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് കാര്യം ചെയ്യണമെന്ന് തോന്നി അപ്പ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന്, നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം ചെയ്തോ. നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിക്കണം. പിന്നത്തേക്ക് മാറ്റിവെച്ച നടക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. സത്യമല്ലേ? സത്യമല്ലേ? 5 മിനിറ്റ് കഴിയട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ, അതായി പോകും, നിസ്കരിക്കൂല. രണ്ട്, വീട്ടിൽ ആരെങ്കിലും മരിച്ച, ബോംബെ കിടക്കുന്നവൻ വരട്ടെ, സൗദി കിടക്കുന്നവൻ വരട്ടെ, ദുബൈ ഇല്ല കൊണ്ട് കബറടക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ആരെങ്കിലും മരിച്ച കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുവിട്ടേക്കാം, അതാ നല്ലത്. കാരണം വാപ്പായോടും ഉമ്മായോടും സ്നേഹമുള്ള മക്കൾ ചെയ്യേണ്ടത് പെട്ടെന്ന് അവരെ സ്വർഗത്തിൽ വിട്ടേക്കാം, അതാ ഏറ്റവും നല്ലത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്ന് മക്കൾക്ക് കല്യാണ പ്രായമെത്തി, 18ആയി, 19ആയി, 20ആയി, വേലിയാടാൻ തുടങ്ങി. മക്കൾക്ക് പ്രായമായി, വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം മക്കളുടെ മനസ്സിൽ തോന്നി തുടങ്ങി. നിങ്ങൾ വെച്ചോണ്ടിരിക്കല്ലേ, കെട്ടിച്ചു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് പറയുന്ന ഈ ഹദീസ് എന്റെ വാപ്പാടത്തൊന്ന് പറഞ്ഞു കൊടുക്കും ഉസ്താദേ. മക്കൾക്ക് പ്രായമായ കെട്ടിച്ചു വിടണം. അതങ്ങനല്ല, അവൻ പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, പിന്നെ പഠിക്കും, കണ്ടവന്റെ കൂടെ പോയി ഒളിച്ചോടി പഠിക്കും. അല്ലാഹു തന്നെ നിനക്ക് യോഗം ഉണ്ടാവില്ല. മക്കൾക്ക് പ്രായമായി, 18ആയി, 19ആയി, 20ആയി, കെട്ടിച്ചു വിട്ടേക്കണം, അതാണ് നല്ലത്. ഉള്ള നേരത്തെ വിവാഹം കഴിച്ചു വിട്ടേക്കണം, അതാണ് സന്തോഷം. അല്ലാതെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടായില്ലേടാ, മക്കള് സ്കൂൾ ബസിന്റെ പുറകിൽ നടക്കുക, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടാലും മനസ്സിലാകാത്ത വാപ്പമാരുണ്ട്. മക്കൾക്ക് പ്രായമായി, വിവാഹപ്രായമെത്തി, അവർക്ക് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങിയ നിങ്ങൾ വെച്ചോണ്ടിരിക്കല്ലേ, കെട്ടിച്ചു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ മൂന്ന് കാര്യം പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയാ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട് പറയട്ടെ നിങ്ങൾക്ക് എടുത്താ ഇല്ല. അപ്പൊ ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇരുന്ന് വഅദ് കേൾക്കുന്നതിനേക്കാളും പ്രതിഫലമാണ് നിന്ന് വഅദ് കേൾക്കുന്നതിന്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതിനാ പ്രതിഫലം കൂടുതൽ? നിന്ന് കേൾക്കുന്നതിനോ ഇരുന്ന് കേൾക്കുന്നതിനോ? നിന്ന് നിസ്കരിക്കുന്നതിനാണ് പ്രതിഫലം കൂടുതൽ, ഇരുന്ന് നിസ്കരിക്കുന്നതിനാണ്? അപ്പൊ നിങ്ങൾക്ക് അതാ ഞാനും നിൽക്കുന്നത്. നിന്നോ. അള്ളാഹു പരലോകത്ത് നിൽക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ.
തങ്ങൾ വരുമ്പോ ഞാൻ നിർത്തിയേക്കും. രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗമാരാ. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മുസ്ലിമേ, നിനക്ക് കഴിയൂല, നിന്റെ നാവ് പൊങ്ങൂല, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയം എപ്പോഴാ? അപ്പടി ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് മാറ്റിവെക്കാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ തന്റെ ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് താഴ്ത്തിവെക്കാൻ മനസ്സില്ല. പള്ളിക്കകത്തിരുന്ന് ചർച്ച ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസിനകത്തിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സംഘാടകര്, നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. അല്ലാഹുവേ, അതിന്റെ ജവാബേ പറയാവോ? അതിന്റെ ജവാബേ പറയാവോ? റസൂലുള്ളാഹി പറയുകയാ, അലിയാരി തങ്ങൾ പറയുകയാ, 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ, 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലത്തെ നിന്റെ നിസ്കാരം പോയി വാപ്പാ. നീ ഖുർആൻ ഓതിയത്, നീ സദഖ കൊടുത്തത്, നീ സൽക്കർമ്മങ്ങൾ ചെയ്തത്, ഒരു പ്രാവശ്യം സംസാരിച്ച 30 വർഷത്തെ അമൽ നഷ്ടപ്പെടുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആ 6 സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒരു മനുഷ്യനോട് ചോദിക്കുകയാ, സുഖമാണോ? ഭാര്യയും മക്കളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാ നിന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാളോട് ചോദിക്കുക, അളിയ സുഖമാണോടാ? ഭാര്യ മക്കളെ കച്ചവടമൊക്കെ ഇത്ര മതി, പോയി 30 കൊല്ലത്തെ അമല്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കമ്മിറ്റി ഓഫീസിൽ ചർച്ച എന്ത്? ബാങ്ക് വിളിക്കുമ്പോ, അള്ളാന്റെ പള്ളി ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന് ചർച്ച. സഹോദരങ്ങളെ, 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് അള്ളാന്റെ പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നവന്റെ മരണസമയത്ത് നിന്റെ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പ്രാവശ്യം നമ്മളിതൊന്നും പരിഗണിക്കാറില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്ത് സംസാരം. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെടും. 2 അവന്റെ ആഖിബത്ത് മോശമാകും, അവന്റെ മരണം മോശമാകും. 3ാമത്തെ കാര്യം എന്തെന്നറിയോ? എങ്ങനെയാ വരുന്നത്? ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന കോലം പട്ടികയുടെ കോലത്തിലാ. നാളെ പരലോകത്ത് വരുന്നത് പട്ടികയുടെ തലയുമായിട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അതിന്റെ മഹത്വം നിങ്ങൾക്കറിയാനിട്ടാ. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള വാപ്പമാര് ഒതുവെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിലും അവർ ഒതുവങ്ങ് നിർത്തുകയാ. അല്ലാഹുവേ, കാരണം എന്തെന്നറിയോ? ഒതുവെടുക്കുന്ന സമയത്ത് ഒരുപാട് ദിക്റുകളും ദുആകളും പറയാനുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് പറയേണ്ട സമയമല്ല എന്ന് വാപ്പയ്ക്ക് അറിയുന്നത് കൊണ്ടാ.
ഈമാനുള്ള ഇഖ്ലാസുള്ള വാപ്പമാര് ഒന്നുപോലും നിർത്തിവെക്കും, ഹൗദിന്റെ കരയിൽ നിൽക്കും. രോഗം പിടിച്ചവരാണെങ്കിലും അവിടെ നിൽക്കും. ബാങ്കിന്റെ ദുആ കഴിഞ്ഞിട്ടേ അവർ ഒന്നുവെടുക്കാറുള്ളൂ. എന്തുകൊണ്ടാ? ബാങ്കെന്ന് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ലെന്നവർക്കറിയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇവിടത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യനാരെന്നറിയോ? ഇവിടത്തെ ഉസ്താദല്ല, സംഘാടകരല്ല, ഇവിടത്തെ ഹജ്ജ് ചെയ്തവരല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യര് ഇവിടത്തെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. ആ മനുഷ്യന് എല്ലാവരും പരിഗണിക്കണമെന്നില്ല, സ്ഥാനം കൊടുക്കണമെന്നില്ല. മുഅദ്ദിൻ എന്ന് പറഞ്ഞ ചിലരെ കളിയാക്കുന്നവരുണ്ട്, മുക്രി എന്ന് വിളിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആര് നിങ്ങളെ കളിയാക്കിയാലും അല്ലാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറയുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് രണ്ട് വിഭാഗത്തിന്റെ തലയെ ഉയർന്നു നിൽക്കൂ. രണ്ട് വിഭാഗത്തിന്റെ തലയെ ഉയർന്നു നിൽക്കൂ. ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? അള്ളാന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. പടച്ചവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഏത് സാഹചര്യത്തിലാണ്, ഏത് രൂപത്തിലാണെന്നറിയില്ല. ഇന്നലെ വാഴ കേൾക്കാമെന്ന മനുഷ്യനെന്ന് 6 അടി മണ്ണിന്റെ അകത്താ. അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. പടച്ചവനെ, വാട്സപ്പിലും ഫേസ്ബുക്കിലും നോക്കുമ്പോ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ ഇന്നലെയും ഫേസ്ബുക്കിൽ കണ്ടു. പടച്ചവനെ, കാസർഗോഡ് ടൗണിൽ എവിടെയോ തുണിക്കച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ ഇന്നലെ മരണപ്പെട്ട വാർത്തയാ. ഇതുപോലെ എത്രയോ മരണങ്ങൾ കേൾക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്താണ് പൈസ കൊടുക്കുമ്പോ, ഒരു സദക്ക കൊടുക്കുമ്പോ നീ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവോട് ചോദിക്കേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂല. പടച്ചവനെ, സഹിക്കാൻ പറ്റാത്ത വേദന, മാരകമായ രോഗങ്ങള്, അല്ലാഹുവേ പടച്ച റബ്ബ് എന്തെങ്കിലും ഒരു പരീക്ഷണം നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സദക്കത് തട്ടിമാറ്റാൻ കഴിയും ബാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തൊരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നു. വല്ലാതെ കരഞ്ഞുപോയ വീടാ. ഒരുപാട് ഞാൻ കരഞ്ഞുപോയി. പടച്ചവനെ, കയറി ചെന്ന വീട്ടിലേക്ക് റഫീഖ് എന്ന് പറയുന്ന എന്റെ പ്രിയ സുഹൃത്തിനെ കൊണ്ടുപോകുമ്പോ, അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞു. ഒരുപാട് കൊല്ലം ഭാര്യയും ഭർത്താവും അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഒരു സന്താനത്തിനെ തരണേ അല്ലാ, ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഭാര്യയും ഭർത്താവും ഒരുപാട് കൊല്ലം അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്തിട്ട് റബ്ബ് അവരുടെ ദുആ സ്വീകരിച്ചിട്ട് അല്ലാഹു 3 കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് എല്ലാവരും കസേര ഇട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണല്ലോ. ആ മനുഷ്യൻ വിചാരിച്ചു ഉമ്മ മരിച്ചു പോയെന്ന്. ആ സാധു വിചാരിച്ചു ഉമ്മയങ്ങ് പോയെന്ന്. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഉമ്മ വീടിന്റെ അകത്തിരിപ്പുണ്ട്. തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, അല്ലാഹു തന്ന 3 മക്കളെയും അല്ലാഹു തിരിച്ചെടുത്തു പൊന്നുമോനെ. തന്റെ പൊന്നാര മക്കള് 3 മക്കളുടെ ജനാസ കണ്ടപ്പോ ആ പിതാവ് അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. 3 മക്കളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് മുന്നിൽ കൊണ്ടുവച്ചപ്പോ അറിയാതങ്ങ് ചിരിച്ചുപോയി. അല്ലാഹുവേ, ആ ഉപ്പാന്റെ മനസ്സിന്റെ അവസ്ഥ എന്തെന്നറിയോ? എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾ
മൂന്ന് ശുഹദാക്കളുടെ വാപ്പയാ, നിങ്ങൾ മൂന്ന് ശുഹദാക്കളുടെ വാപ്പയാ. മൂന്ന് ശുഹദാക്കളെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. നിങ്ങളുടെ മൂന്ന് മക്കളും ഷഹീദിന്റെ കൂലിയാ. അവര് നിങ്ങളെയും കാത്ത് സ്വർഗത്തിന്റെ മുന്നിലിരിക്കുമെന്ന് പറയുമ്പോ ആ പിതാവെന്നോട് ചോദിച്ചു, ഉസ്താദേ, മരിക്കുന്ന കാലം വരെ ഞങ്ങൾ രണ്ടുപേരും ഇനി ജീവിക്കണ്ടേ? ഞങ്ങളുടെ മൂന്ന് മക്കളും പോയി, ഇനി ഈ വീടിന്റെ അകത്ത് ഞങ്ങൾ എങ്ങനെയാ കഴിയാ? മരിക്കുന്ന കാലം വരെ കഴിയണമല്ലോ അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന മക്കള് അവരുടെ ജനാസ കൊണ്ടുവന്ന കാണാനുള്ള ധൈര്യമുണ്ടോ അപ്പാ? കാണാനുള്ള ധൈര്യമുണ്ടോ കൂടപ്പറപ്പേ? ഇന്ന് ഞാൻ മഞ്ചേശ്വരത്ത് പോയപ്പോ നെഞ്ചു പൊട്ടിക്കെട്ടൊരു ഉമ്മ കടന്ന് വിളിച്ചു പോകുന്ന വിളി ഞാൻ കേട്ടതാ. 20 കൊല്ലം പോറ്റി വളർത്തിയ പൊന്നുമോര് അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ പെട്ടെന്നങ്ങ് സലാം പറഞ്ഞിട്ട് പോയപ്പോ താങ്ങാൻ കഴിയാതെ പടച്ചവരെ ഒരു ഉമ്മ കടന്ന് കരയുമ്പോ വാപ്പ മുഖം തരാതെ തിരിച്ചു നടക്കുകയാണ്. കാരണം എല്ലാ മനസ്സിന്റെ ഉള്ളിൽ വേദന മുഴുവനും കടിച്ചമർത്തിയിട്ട് നിൽക്കുമ്പോ അല്ലാ കൂട്ടുകാര് മുഴുവനും നിൽക്കുന്നുണ്ട്. ഉസ്താദേ, മരണം ഇതുവരെ എങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖബറിന്റെ ചാരത്തേക്ക് പള്ളിയിലെ ഇമാമ് വിളിച്ചു കൊണ്ടുപോകുമ്പോ ആ സഹോദരന്റെ 2 കൂടപ്പുറപ്പുകൾ ഖുർആനും കയ്യിൽ പിടിച്ചിട്ട് സഹോദരന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. 2 കൂടപ്പറപ്പുകൾ തന്റെ പൊന്നാര അനുജന്റെ ഖബറിന്റെ ചാരത്ത് ഖുർആൻ ഓതുന്ന കാഴ്ച. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ബക്കറ്റ് വരുമ്പോ ഒരു സദക്ക ഇടുമ്പോ അല്ലാഹുവോട് പറയണം, നാഥാ, ഈമാൻ കുറഞ്ഞവനാണ് തമ്പുരാനെ, ക്ഷമിക്കാനുള്ള മനസ്സില്ല തമ്പുരാനെ. എന്തെങ്കിലും ഒരു വിപത്ത് എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ നീ ശിവയാക്കി തരണേ അല്ലാ. എന്റെ കൈകാല് വെട്ടിമുറിക്കല്ലേ അല്ലാ. എന്റെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. ഭാര്യയും മക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ വരെ, ഒരു കാഴ്ച വസ്തുവിനെ പോലെ എന്നെ നീ മാറ്റല്ലേ അല്ലാ. ദുആ ചെയ്യാൻ പഠിക്കണം സഹോദരാ. എന്റെ പ്രിയമുള്ള സഹോദരാ, പടച്ച റബ്ബിന്റെ പരീക്ഷണം വന്ന ഇന്ന് ഞാൻ വഅദിന് വരുമ്പോ ഹംറാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചവരെ, കണ്ടാ സഹിക്കൂലല്ലോ, കണ്ടാ സഹിക്കൂല. മൂത്ത ജ്യേഷ്ഠനതാ ശരീരം മുഴുവനും തളർന്നിട്ടിങ്ങനെ കിടക്കുകയാ. രണ്ടാമത്തെ സഹോദരന്റെ അരയുടെ താഴെയില്ല, അതും തളർന്നു കിടക്കുകയാ. മൂന്നാമത്തെ സഹോദരന്റെയും അരയുടെ താഴെ തളർന്നു കിടക്കുകയാ. പടച്ചവനെ, 3 സഹോദരങ്ങള് പടച്ചവനെ അരയ്ക്ക് താഴെ തളർന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാണ്. അവിടെ നിന്ന് പടച്ചവരെ, അല്ലാഹുവേ, ആ സഹോദരൻ പറഞ്ഞു, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമല്ലേ. എന്റെ പ്രിയമുള്ളവർ, അല്ലാഹുവേ, നീ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ തമ്പുരാനെ, ശിവ കൊടുക്കണേ റഹ്മാനെ, സമാധാനം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഭാര്യമാർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇട്ടോ. അല്ലാഹു നിന്റെ വിപത്ത് തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ വിഭാഗം ആരാ? കുമ്പളയിലെ ചെറുപ്പക്കാരാ, കുമ്പളയിലെ ചെറുപ്പക്കാരാ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 1 നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ, 2 ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവർ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കും. പള്ളിയിലല്ല, ഒരു നബിദിന പരിപാടിക്കെങ്കിലും വിളിച്ചിട്ടുള്ളവർ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ.
എന്റെ ചങ്ങായിമാരെ നിങ്ങൾ വിളിക്കാത്ത, എന്താ നിങ്ങൾ ബാങ്ക് വിളിക്കാത്ത? പള്ളിയിലെ മോദി സാഹിബിനോട് പറയണം ഒരു ചാൻസ്. പിന്നെ പലരും വിളിക്കാത്തത് പേടിയാ. ആദ്യം ഫല വിളിക്കോ പിന്നെ സല വിളിക്കാതാ, അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോകുന്നുള്ള ബേജാറ്. അന്ന് പേടിക്കണ്ട, മോദി സാഹിബിനോട് പറഞ്ഞാൽ മതി സുബഹിക്ക് തരാം. അപ്പൊ പിന്നെ അസ്സലാത്തു ഖൈറും മിന്നോ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ആരും അറിയാറില്ലല്ലോ. അല്ലാഹു നമുക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം ജീവിതത്തിൽ. കാരണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാ ബാങ്ക് വിളിക്കുമ്പോ ശൈത്താൻ ഓടുന്നത്? പറയത്തില്ലേ, പട്ടിയൊക്കെ കടന്ന് പോകുമ്പോ പറയുന്ന ശൈത്താൻ ഓടുന്നു അല്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശൈത്താൻ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ഓടും. ചില ശൈത്താന്റെ പുറകെ ചില ആൾക്കാർ ഓടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലെ? പള്ളിക്കകത്തിരിക്കും ബാങ്ക് വിളിക്കുമ്പോ ഓടുന്നു. എന്തുകൊണ്ടാണ് ശൈത്താൻ ഓടുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നു അത് മുഴുവനും ആ മനുഷ്യന് വേണ്ടി നാളെ അള്ളാഹുവിനോട് സാക്ഷി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ പള്ളി ബാങ്ക് വിളിക്കുമ്പോൾ ഈ മുഅദ്ദിൻ നാളെ ചെല്ലുമ്പോൾ ഇവിടുത്തെ മണ്ണ് പോലും പറയും, ഈ കടകളുടെ കെട്ടുകൾ പോലും, മണൽത്തരികൾ, ഇലകൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, അല്ലാ ഞാൻ കേട്ടല്ല, ഞാൻ കേട്ടല്ല, സ്വർഗം കൊടുക്കല്ല എന്ന് പറയും, എല്ലാം പറയും. ശൈത്താൻ കേട്ട ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാ ശൈത്താൻ അള്ളാഹിനോട് പറയേണ്ടി വരും, പടച്ചവനെ കുമ്പളപ്പള്ളിയിലെ മോദി ബാങ്ക് വിളിക്കണം, ഞാൻ കേട്ട് സ്വർഗം കൊടുക്കണേന്ന്. ഇത് കേൾക്കാതിരിക്കാനായി ഈ പഹയൻ ഓടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ബാങ്ക് വിളിച്ചാൽ എന്തെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അവരെല്ലാരും നാളെ സാക്ഷി നിൽക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഒന്നുകൂടെ പറയാം, 10 മണിയായി. 3 റസാഖ് മൗലവി ഇവിടെ കണ്ട നേരമല്ല ഇപ്പൊ പോയ. റസാഖ് മൗലവി എന്താ ഇപ്പൊ പോയ? ഇവിടെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഷാനവാസ് മൗലവി, റസാഖ് മൗലവി. ഇവിടെ കണ്ട നിപ്പുണ്ട്, ഒരു കണ്ടില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിൽ കയറട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 ഇത് പറയുമ്പോഴാണ് ഈ സ്നേഹമൊക്കെ ഇപ്പൊ പിരിഞ്ഞു പോകാൻ തുടങ്ങും. 3ാമത്തെ വിഭാഗം പറയുമ്പോ പലരും പിരിഞ്ഞു പോകും. പക്ഷെ പിരിഞ്ഞു പോയാലും ഇല്ലെങ്കിലും പറയാനുള്ളത് പറയണമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 3ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? കള്ളു കുടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവത്വത് കല്ലെന്നല്ലോ, കഞ്ചാവാണല്ലോ, മയക്കുമരുന്നാണല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാലവാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലഹരി ഉപയോഗിക്കുന്നവന്റെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാർ അവനെ കൊണ്ട് കഴിയില്ല എന്ന് പ്രവാചകൻ പറയുന്നു. സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗമുണ്ട്. ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗം. അതിലെ ഒരു വിഭാഗം കള്ളുകുടിച്ചവനാ. കള്ളുകുടിക്കുന്നവന് സ്വർഗം ഹറാമാ, സ്വർഗം ഹറാമാ. പ്രവാചകൻ അവിടെന്ന് പറയുകയാ, വലാ തശ്രിബുൽ ഖംറ ഫഇന്നഹു റഅസു കുല്ലി ഫാഹിശ. എല്ലാ വൃത്തികെട്ട കാര്യങ്ങളുടെയും തലയാണ് കള്ളുകുടി. എല്ലാ മോശമായ കാര്യങ്ങളുടെയും തലയാണ് കള്ളുകുടി. അവന്റെ ദുനിയാവും ആഖിറവും പോകും. കള്ളു കുടിക്കുന്നവൻ എത്ര നല്ലവനാണെങ്കിലും അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വെറുതെ അല്ലടാ, നിന്റെ ദുനിയാവും ആഖിറവും പോകും. ഇബ്ലീസ് അതാ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പരസ്പരം ശത്രുതയുണ്ടാക്കുക, പരസ്പരം തമ്മിലടിപ്പിക്കുക, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിന്നെ ഒഴിച്ചു മാറ്റുക. ഇതാണ് കള്ളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, കള്ളുകുടി സർവ്വ പാവങ്ങളുടെയും തലയാണ്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പർസീസ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനാ. നമ്മളെ പോലെ എപ്പോഴെങ്കിലും നിസ്കരിച്ചവനല്ലോ. 220 കൊല്ലം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ് ബർസീസ. ബർസീസയുടെ ഇബാദത്ത് കണ്ടിട്ടും മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഇബാദത്തായിരുന്നു ബർസീസയ്ക്ക്.
ഇബ്ലീസിന് സഹിച്ചില്ല. അല്ലാഹുവേ, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കണമല്ലോ. ഇബ്ലീസ് ഇറങ്ങി വരികയാണ്. ബർസീസയുടെ മുന്നിലേക്ക് ഒരു മഹാന്റെ രൂപത്തിൽ ഇറങ്ങി വരികയാ. ബർസീസ, എനിക്ക് കൂടെ നിസ്കരിക്കാൻ ഇത്തിരി സ്ഥലം തരുവോ ബർസീസ? ഞാനും കൂടെ ഒന്ന് ഇബാദത്ത് ചെയ്തോട്ടെ. അല്ലാഹുവേ, അവിടെ നിന്ന് സ്ഥലം കൊടുക്കുകയാണ്. ഇബ്ലീസ് ബർസീസയുടെ വീടിന്റെ അകത്തിരുന്ന് നിസ്കാരം തുടങ്ങി. 3 ദിവസം രാവും പകലും ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, 1 മിനിറ്റ് പോലും ഇരിക്കാതെ ഇബ്ലീസ് 3 ദിവസം രാവും പകലും ഇബാദത്താ. 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, 1 നിമിഷം പോലും ഇരുന്നില്ല. ബർസീസ നോക്കുമ്പോ 3 ദിവസവും ഇബാദത്താണ്. ബർസീസ ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾക്കിതിന് കഴിയുന്നത്? ഇബ്ലീസ് പറഞ്ഞു, ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാ ആ വൻപാപം ചെയ്തു പോയല്ലോ എന്നുള്ള ഓർമ്മ വന്നു കഴിഞ്ഞാ പിന്നെ തിന്നാൻ തോന്നൂല, കുടിക്കാൻ തോന്നൂല, ഇരിക്കാൻ തോന്നൂല. എന്നെ പോലെ നിങ്ങൾക്ക് എപ്പോഴും ഇബാദത്ത് ചെയ്യാൻ കഴിയും. ഒരു പാപം ചെയ്താ മതി. ബർസീസ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ആഗ്രഹം കാരണം അവിടെന്ന് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബർസീസ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് വ്യഭിചരിക്കണം. ബർസീസ പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കൂല. കാരണം അത് വല്ലാത്ത പാപവാ, അത് വൃത്തികെട്ട പാപവാ, നിന്യനാകുന്ന പാപവാ. എന്നെ കൊണ്ട് വ്യഭിചരിക്കാൻ കഴിയൂല. ഇബ്ലീസ് പറഞ്ഞു, എങ്കിലും നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലണം. ബർസീസ പറഞ്ഞു, കൊല ചെയ്യുന്നത് പാപവാ. അല്ലാഹുവേ, കൊല ചെയ്യുന്നത് പാപവാ. അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. എങ്കിൽ ഇബ്ലീസ് പറഞ്ഞു, ഒരു ഗ്ലാസ് കള്ള് കുടിക്കണം. ഈ പാപങ്ങളിൽ ഏറ്റവും ചെറിയ പാപം അതാണല്ലോ. ബർസീസ ചോദിച്ചു, എവിടെ നിന്നാണ് കള്ള് കിട്ടുന്നത്? 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യന് കള്ള് ചാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ കള്ള് ചാപ്പിലേക്ക് കടന്നു തന്നപ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കള്ളു കൊണ്ടുവന്നു കൊടുക്കുകയാണ്. ബർസീസ ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ കള്ളു കൊണ്ടുവന്ന പെണ്ണിനെ കേറി പിടിക്കുകയാ. രണ്ടുപേരും വ്യഭിചരിച്ചു. അല്ലാഹുവേ, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ഭർത്താവ് കേറി വരികയാ. രണ്ടുപേരും തമ്മിലടിയായി. മനുഷ്യനെ കൊന്നുകളഞ്ഞു. ആദ്യം കള്ളു കുടിച്ചു, 2 വ്യഭിചരിച്ചു, 3 കൊല ചെയ്തു. അവസാനം ജയിലറയിൽ അടയ്ക്കപ്പെട്ടു. ബർസീസയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കഴുത്തിൽ കയറിങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ബർസീസ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഒരേ ഒരു കാര്യം ചെയ്താ മതി. എന്താണ് ചെയ്യേണ്ടത്? എന്റെ മുന്നിൽ നീ ഒന്ന് സുജൂദ് ചെയ്യണം. ഇബ്ലീസ് പറഞ്ഞു, എന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്യണം. ബർസീസ പറഞ്ഞു, എന്റെ കഴുത്തിൽ കയറ് കിടക്കുന്നത് കാരണം സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് പറഞ്ഞു, നീ തലയൊന്ന് കുനിച്ചാ മതി, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താ. അവസാനം ബർസീസ തല കുനിച്ചു. 220 കൊല്ലം ഇബാദത്ത് ചെയ്ത ബർസീസ കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എല്ലാ പാപങ്ങളുടെയും തലയാണ് കള്ള്. റസൂലുള്ള പറയുകയാ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ശരിബൽ ഖംറ ഖുറൂജു നൂറുൽ ഈമാൻ. ഒരു മനുഷ്യന് കള്ളു കുടിച്ചു കഴിഞ്ഞാ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. 40 ദിവസം ദുആയിക്ക് ഇജാബത്തില്ല. 40 ദിവസം ദുആയിക്ക് ഇജാബത്തില്ല. പടച്ചവരെ, 3 നല്ല മരണമില്ല. കള്ളു കുടിക്കുന്ന, ബിയറടിക്കുന്ന, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായ എന്റെ പ്രിയപ്പെട്ട യുവതി
യുവത്തവേ, മോനെ നിനക്ക് ഈമാനില്ലടാ. 2, നിന്റെ ദുആയിക്ക് അല്ലാഹു നിന്റെ ദുആയിക്ക് ഇജാബത്തില്ല. 3, അല്ലാഹു നിനക്ക് നല്ല മരണം തരൂല. 4, കുമ്പളപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് ഖബറടക്കിയിട്ട് അല്ലാഹുവേ 2 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ ഖബറങ്ങ് മാറ്റി നോക്കിയാ കിബലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ച തലയുണ്ടല്ലോ, ഖബറിന്റെ അകത്ത് വെച്ചിട്ട് കിബലയുടെ ഭാഗത്തേക്ക് തല തിരിച്ചു വെക്കാറുണ്ടല്ലോ. റസൂലുള്ള പറയുകയാ, നിന്റെ തല ഖബറിന്റെ അകത്ത് തിരിഞ്ഞു കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയന്റെ തല ഖബറിന്റെ അകത്ത് കിബലയുടെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു കിടക്കുകയാണ്. 4, നീ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോടാ പൊന്നുമോരെ? കള്ളു കുടിക്കുന്നവരെ, ആരും അറിയാതെ കഞ്ചാവടിക്കുന്ന യുവത്തവേ, നാളെ നീ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? എടാ പേപ്പട്ടിയുണ്ടല്ലോ, പേപ്പട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് ആ നാവിലൂടെ പത ഇങ്ങനെ ഒലിപ്പിച്ചു കൊണ്ടുവരുന്ന പേ പിടിച്ച പട്ടിയുണ്ടല്ലോ. പറയുകയാ, ഒരു വിഭാഗം ജനങ്ങൾ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരും. അവന്റെ നാവ് നെഞ്ചു വരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പുഴുത്ത് നാറുകയാ, പുഴുത്ത് നാറുകയാ. പേപ്പട്ടിയെ തല്ലിക്കൊണ്ടുവരുന്നത് പോലെ നാളെ നരകത്തിന്റെ മലക്ക് കൊണ്ടുവരും. കള്ളുകുടിയനെ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള പറഞ്ഞു, നരകം നിനക്ക് ഹറാമാടാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഹറാമാ. നിനക്കൊരിക്കലും സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ലഭിക്കൂല. റസൂലുള്ള പറഞ്ഞു, ഇവൻ നരകവാസിയാണ്. നരകത്തിൽ എവിടാ കിടക്കുന്നതെന്നറിയോ? നെഹ്റുൽ ഹിബാൽ. നരകത്തിന് നെഹ്റുൽ ഹിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നെഹ്റുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബാ സഹാബാ, നരകവാസികളുടെ ചീന്തനം ഒഴുകുന്ന നദിയാണ് സഹാബാ. ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ കള്ളു കുടിക്കുമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കള്ളുകുടിയന്മാരും നിങ്ങൾ മയക്കുമരുന്ന് അടിക്കുന്നവരാണെന്ന് ഞാൻ പറയൂല. പക്ഷേ റസൂലുള്ള പറയുകയാണ്, ആയിഷ ബീവി പറയുന്നു, മൻ തസവ്വജൻ, അല്ലാഹു അവിടെന്ന് പറയുന്നു, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജു, കള്ളു കുടിക്കുന്നവനെ നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ വാപ്പാ. കുടിക്കുന്നവന്, കഞ്ചാവടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന് നിങ്ങളുടെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കല്ലേ, നിങ്ങളുടെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കല്ലേ. ഇന്ന് കള്ളുകുടിയനെ കെട്ടിച്ചു കൊടുക്കൂ, ഇന്ന് മോശത്തരം കാണിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കൂ. അതുകൊണ്ടാണല്ലോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്. ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യാത്ത കോമാളിത്തരം കാണിക്കാൻ നമ്മുടെ ഉമ്മത്തിനല്ലേ പറ്റൂ. ചെറുപ്പക്കാരാ, എന്തേടാ നീ ചിന്തിക്കാത്തത്? ഒരു ദിവസം മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോകുന്നല്ലോ. പള്ളിയുടെ മുന്നിൽ കിടന്നിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങള്, മോനെ മരിക്കേണ്ടവനല്ലേടാ. വിഭാഗത്തിന്റെ അന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടാ നെഞ്ചു പൊട്ടിയിട്ട് ശപിക്കുവടാ. അല്ലാഹുവിന്റെ മലക്കുകള് ഈ പ്രപഞ്ചത്തെ സർവ്വചരാചരങ്ങളും മണൽത്തരികൾ പോലും നിന്നെ ശപിക്കത്തില്ലേടാ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, ഒരു ദിവസം മരിക്കേണ്ടവനാടാ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാ
കളഞ്ഞിട്ട് ഒരു ദിവസം തിരിച്ചങ്ങോട്ട് പോകേണ്ടവനാടാ. അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ കിടന്നിട്ട് പേക്കൂത്ത് കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അവിടത്തെ പള്ളിക്കാട്ടിലാടാ നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടേണ്ടത്. ആ പള്ളിയുടെ മുന്നിൽ കിടന്നു പോലും എന്റെ ചെറുപ്പക്കാര് കാണിക്കുമ്പോ അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ നന്മ പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയല്ലോ. അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നിനക്ക് പ്രോത്സാഹനം തരാ, ഏത് മോശത്തരത്തിനും നിന്റെ മുൻപന്തിയിൽ നിന്ന് കൊടി പിടിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ മലക്കുൽ മൗത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയും, വിളിക്കടാ, നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വലന്ന അന്നഹുൽ ഫിറാഖ വൽതഫതി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ. മോനെ, ഒരു രംഗം നിനക്ക് വരാനുണ്ടടാ, ഒരു രംഗം നിനക്ക് വരാനുണ്ട്. അന്ന് നിന്നെ ആരും കാണില്ലല്ലോ, ഒരാളും നിന്നെ സഹായിക്കില്ലല്ലോ. അതുകൊണ്ട് കാസർഗോഡുള്ള കുമ്പളയിലും ഉപ്പളയിലും മഞ്ചേശ്വരത്തുമുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്, മക്കളെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഹാന്മാര് കിടക്കുന്ന മണ്ണ് കാസർഗോഡിന്റെ മണ്ണാമോനെ. ഏത് പള്ളിയിൽ പോയാലും അല്ലാഹുവേ, ഇങ്ങോട്ട് കാഞ്ഞങ്ങാട് മുതൽ ഇങ്ങ് കാസർഗോഡ്, ഇങ്ങ് മഞ്ചേശ്വരം വരെ, മംഗലാപുരം വരെ യാത്ര ചെയ്യുമ്പോ മക്ബറയില്ലാത്ത പള്ളികളുണ്ടോടാ പൊന്നുമോനെ? എത്രയോ മഹാന്മാര് അല്ലാഹുവിന്റെ വലിയ കിടക്കുന്ന മണ്ണാടാ. അവരുടെ ശാപം വാങ്ങി വെക്കല്ലേ മക്കളെ, അവരുടെ ശാപം വാങ്ങി വെക്കല്ലേ. ഒരു കാലത്തും നന്നാവൂലടാ, ഒരു കാലത്തും രക്ഷപ്പെടൂല. നിങ്ങളെ ഞാൻ അടിച്ചാക്ഷേപിച്ചതല്ല, സ്നേഹം കൊണ്ട് പറയുകയാ മോനെ. രക്ഷപ്പെടണമല്ലോടാ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗം കിട്ടണമല്ലോ. നീ അഹങ്കാരം കാണിക്കുമ്പോ നഷ്ടപ്പെടുന്നത് നിന്റെ ഉമ്മയ്ക്കല്ലേടാ. നിന്റെയൊക്കെ അഹങ്കാരം കാരണം നീയൊക്കെ അങ്ങ് അഹങ്കരിച്ചിട്ട് പോകുമ്പോ നിന്റെ ഉമ്മാനെ നീ എന്തേ ചിന്തിക്കാത്തത്? നിന്റെ വാപ്പയെ ചിന്തിക്കാത്തതെന്തേ? മരിക്കുന്ന കാലം വരെ കരഞ്ഞു കരഞ്ഞു തീർക്കാൻ വിധിക്കപ്പെട്ടവരായി പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഏറ്റവും കൂടുതൽ മഹാന്മാര് കിടക്കുന്ന നാടാണ് കാസർഗോഡ്. പേരുദോഷമുണ്ടാക്കല്ലേ, ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുകയാ, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജൂ. കള്ളു കുടിക്കുന്നവന് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ കള്ളു കുടിക്കുന്നവരാണെന്ന് ഞാൻ പറയൂല. പക്ഷേ ഒന്ന്, നിങ്ങൾ കള്ളുകുടിയന് വിവാഹം കഴിച്ചു കൊടുക്കരുത്. രണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വ ഇൻ മരില ഫലാ തഊദു. കള്ളു കുടിച്ചു കുടിച്ച് ചാകാൻ കിടക്കുന്നവനെ നിങ്ങൾ പോയി കാണല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കള്ളു കുടിച്ചിട്ട് ചാകാൻ കിടക്കുന്നവൻ പോകണ്ട. ആരാ പറഞ്ഞത്? അബൂജഹൽ പനി പിടിച്ച് കിടന്നപ്പോ റസൂലുള്ളാഹി കാണാൻ പോയി. അബൂജഹൽ പനി പിടിച്ച് കിടന്നപ്പോ അബൂജഹൽ തന്നെ അനുയായികളോട് പറഞ്ഞു, വീടിന്റെ മുന്നിൽ ഒരു കുഴി എടുത്തിടണം, മുഹമ്മദ് എന്നെ കാണാൻ വരും, എന്നെ കാണാൻ വരും, കുഴിക്കകത്ത് വീഴുമ്പോ എറിഞ്ഞു കൊന്നേക്കാം. ഇങ്ങനെ പറഞ്ഞ അബൂജഹൽ പനി പിടിച്ച് കിടന്നപ്പോ ലോകത്തിന്റെ നേതാവ് കാണാൻ പോയി. ആ പ്രവാചകൻ പറഞ്ഞു, ആയിഷ ബീബി പറയുന്നു, വ ഇൻ മരില ഫലാ തഊദു. കള്ളു കുടിച്ചു കുടിച്ച് രോഗം പിടിച്ചിട്ട് തൗബ ചെയ്യാതെ കിടക്കുന്നവനെ നിങ്ങൾ രോഗസന്ദർശനം നടത്തല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെന്ന് പറയുന്നു, വ ഇൻ മാത്ത ഫലാ തുസല്ലി. കള്ളു കുടിച്ചവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, കള്ളു കുടിച്ചവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്. അവന്റെ ജനാസ കൊണ്ടുവരുമ്പോ പുറകെ നടക്കല്ലേ, നല്ലവരെ കബറടക്കുന്ന സ്ഥലത്ത് അവനെ അടക്കല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിലെ സെക്രട്ടറിയുടെ മുതുകുടിയനാ, പള്ളിയിൽ അടക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കമ്മറ്റിക്കാരന്മാര് തന്നെ കള്ളു കുടിക്കുന്നവന്മാരുണ്ട്. പള്ളിയിൽ അടക്കിയില്ലെങ്കിൽ യുദ്ധം നടക്കും, പിന്നെന്ത് ചെയ്യും? റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്യും നബിയെ? പുഴുത്ത് നാറൂലേ, പുഴുത്ത് നാറൂലേ? നുവല്ലിഹി മാ തവല്ല വനുസ്രിഹി. പറയാനുള്ളത് പറ നബിയെ.
അനുസരിക്കുക അനുസരിക്കാതിരിക്കുന്നതൊക്കെ അവന്റെ ഇഷ്ടം. ചത്തുപോയാൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേരെ, ഞാൻ നോക്കിക്കൊള്ളാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. തന്നെ കുടിക്കേണ്ടവൻ കുടിക്കട്ടെ, വണ്ടി ഇടിച്ച് ചാവുകയോ ലോറിയുടെ അടിയിൽ കയറുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കണം. നാറൂല്ലേ വെട്ടിക്കിടന്ന് നാറൂലേ, കൊണ്ടുവന്ന് കുഴിച്ചിട്ടേരെ, അവന്റെ കാര്യം അള്ളാഹ് നോക്കിക്കൊള്ളാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഫുർഖാനിലും 4 ഖുർആനിൽ ശപിക്കപ്പെട്ടവൻ, 4 കിതാബുകളിൽ ശപിക്കപ്പെട്ടവനാണ് കള്ളുകുടിയനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കിതാബുകളിൽ ശപിക്കപ്പെട്ടവനാ കള്ളുകുടിയൻ. രക്ഷപ്പെടുവോ? അവിടുന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വമൻ ഖല്ലാ ഹാജതൻ ഫഖദ് അആനഹു അലാ അവിടുന്ന് പറയുന്നുണ്ട്, കള്ളുകുടിയന് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്ത ദീനിനെ പൊളിച്ച പാപം. ദീനിന് ഒരു കള്ളുകുടിയന് ഒരു ഉരുള ഭക്ഷണം, ചിന്തിക്കണം, ഒരു നേരത്തെ ഭക്ഷണമല്ല. ഈ നാട്ടിൽ കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവനെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു ഉരുള ഭക്ഷണം കൊടുത്ത നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യവാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കല്യാണത്തിന്റെ തലേ ദിവസം കുടിയന്മാരെ വിളിച്ചിട്ട് പ്രത്യേകം തീറ്റി കൊടുത്തോ, നിന്റെ ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യം. രോഗം പിടിച്ച് ചാകാൻ കിടക്കുമ്പോ 1 രൂപ കൊടുക്കരുത് കള്ളുകുടിയൻ. കള്ളു കുടിച്ച് കിടക്കുന്നവൻ, തൗബ ചെയ്യാത്തവൻ, അവനെ നിങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കല്ലേ, കൊന്ന പാപം നിനക്ക് കിട്ടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വമൻ ജാലിസഹു, അവിടെ നിന്ന് പറഞ്ഞു അവസാനമായിട്ട് മഹദി പറയുന്നു, കള്ളുകുടിയന്റെ കൂടെ നടക്കരുത്. നമ്മളൊക്കെ നടക്കുന്നവരാ. കള്ളുകുടിയന്റെ കൂടെ നടക്കരുത്. നമ്മൾ കുടിക്കത്തൊന്നുമില്ല. അവൻ ബീറടിക്കുമ്പോ ഞാൻ മിച്ചറല്ലേ തിന്നത്തുള്ളൂ അല്ലേ? കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവൻ അവൻ നാളെ പരലോകത്ത് വരുമ്പോ അന്ധനായിട്ട് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കള്ളു കുടിച്ചില്ലെങ്കിലും 10 വിഭാഗം ആൾക്കാര് കള്ളുകുടിയനെ പോലെയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ എന്തായാലും നീ പെടും. നീ കള്ളു കുടിച്ചിട്ടില്ല എങ്കിലും കള്ളുകുടിയന്റെ ലിസ്റ്റിൽ പെടുന്ന 10 കാര്യമുണ്ട്. 1, കള്ളു കുടിക്കാൻ സൗകര്യം കൊടുക്കുക. നിന്റെ ഹോട്ടലിനകത്തിരുന്ന് അടിക്കാൻ പ്രത്യേക സൗകര്യം. ഹോട്ടൽ നീ കുടിക്കത്തില്ല, ഇരുന്ന് അടിക്കാൻ സൗകര്യം കൊടുക്കുക. അളിയ ബീവറേജിന്റെ മുന്നിൽ ഒന്ന് വിട്ടേര്, കയറിക്കളിയ അവനെ കൊണ്ടുവിടുക അല്ലെ? എന്റെ പ്രിയമുള്ളവരെ, അവന് സഹായം ചെയ്തു കൊടുക്കുക, പന കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 10 വിഭാഗന്മാര് കള്ളുകുടിയന്മാരുടെ ലിസ്റ്റില്ല. നാളെ പരലോകത്ത് വരുന്നത് അന്ധനെ പോലെയാ. കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവന്മാർ മുഴുവനും അന്ധന്മാരായി പരലോകത്ത് വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആടുന്നത് എന്താണെന്നറിയാം? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആടൂലേ? ഓ, നിങ്ങളൊക്കെ മലക്കാള കണ്ടിട്ടില്ലേ? കള്ളു കുടിച്ചവന്മാരിൽ നിന്ന് ആടും, പാട്ടുപാടും. എന്താ ഇതിന്റെ കാരണം എന്നറിയും? എന്തുകൊണ്ടാണ് കള്ളു കുടിച്ചവന്മാരിൽ നിന്ന് ആടുന്നതിന്റെ കാരണം? അതിനൊരു കഥയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൂടെ പറഞ്ഞു പിരിയാം. കഥ എന്തെന്നറിയോ? ആദം നബി അലൈഹിസ്സലാം ഒരു മുന്തിരി വള്ളി നട്ടു. ഒരു മുന്തിരിയുടെ വള്ളി നട്ടപ്പോ ഇബ്ലീസ് ആദ്യം ഒരു മയിലിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിലൊഴിച്ചു. ഒരു മയിലിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്ന് ഈ മുന്തിരിയുടെ ചുവട്ടിലൊഴിച്ചു. രണ്ടാമതൊരു കൊരങ്ങനെ പിടിച്ചറുത്തു, അതിന്റെ രക്തവും കൊണ്ടുവന്നൊഴിച്ചു. 3 സിംഹത്തിനെ അറുത്തു, അതിന്റെ രക്തം കൊണ്ടുവന്നു. 4 പന്നിയെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്നു ഇതിന്റെ ചുവട്ടിലൊഴിച്ചു. കള്ളുകുടിയൻ ഈ 4 മൃഗത്തിന്റെ സ്വഭാവമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് കള്ളു കുടിച്ചവൻ മയിലാടുന്നത് പോലെ ആടുന്നത്. എന്ത്? കള്ളു കുടിച്ചവന്മാരിൽ നിന്ന് ആടുന്നുണ്ട്, മയിലാടുന്ന പോലെ. എങ്ങനെ ആടുന്ന? എന്ത്? ആ മയിലിന്റെ സ്വഭാവം. 2 കൊരങ്ങന്റെ സ്വഭാവം, ചാടി ചാടി നടക്കും. എവിടെ? 3 ധൈര്യം, സിംഹത്തിന്റെ ധൈര്യം. വെട്ടാൻ പറഞ്ഞാൽ വെട്ടും, കുത്രാൻ പറഞ്ഞാൽ കുത്തും, കഞ്ചാവും കൊടുത്ത് പള്ളി കയറാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭയങ്കര ധൈര്യം. എന്താണ് ധൈര്യം? സിംഹത്തിന്റെ ധൈര്യം. 4 പന്നി ഏത് കാഷ്ടത്തിലും കിടക്കും, കൊടിയൻ ഏത് ഓടയിലും കിടക്കും. അള്ളാഹു ഈമാൻ തരുമാറാകും അല്ലേ? പന്നി ഏത് കാഷ്ടത്തിലും കിടക്കും, കുടിയനോ ഓടയിൽ കിടന്നുറങ്ങും. അവൻ എന്ത്? അവൻ സ്വർഗത്തിൽ കിടക്കണോ? അല്ല കിടക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കള്ളി ഏത് വിഷയത്തിൽ അപ്പം പറയും, ഉസ്താദ് ലറൂറത്തിന്റെ ഘട്ടത്തിൽ കള്ളു കുടിക്കാതെ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ലറൂറത്തിന്റെ ഘട്ടം. അവിടുന്ന് ഹദീസിൽ കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ള് കൈകൊണ്ട് തൊട്ടവന്റെ കയ്യിൽ നിന്നും വാങ്ങി കഴിക്കില്ലായിരുന്നു. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ. കള്ളിന്റെ കുപ്പിക്കകത്തായി ഇന്ന് പലരും വെള്ളം കുടിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കള്ള് ബീറിന്റെ കുപ്പിക്കകത്താ പാല് വാങ്ങുന്നത്. കള്ള് ഉപയോഗിച്ച കുപ്പി പോലും അത് പൊട്ടിച്ച് കളയണം, ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ.
ഉമർ തങ്ങൾ കയ്യിൽ കള്ളു തൊട്ടവന്റെ കയ്യിൽ നിന്നും അങ്ങ് കഴിക്കൂല. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, നമ്മളിപ്പോ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി വെള്ളം കുടിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. കള്ളു മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അവൻ കള്ളു കുടിക്കാതെ ഇരുന്ന് അങ്ങനെ മരിച്ചുപോയ അവന് ഷഹീദിന്റെ കൂലിയുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാലും മരിച്ചാലും ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് മരിച്ചുപോയ ഷഹീദിന്റെ കൂലി ഇല്ല. മഹാന്മാര് പറയുന്നു, പട്ടിയുടെ മൂത്രം ഉണ്ടെങ്കിൽ അതെടുത്ത് കുടി, കള്ളു കുടിക്കുന്നതിനേക്കാളും നല്ലതാ. നിനക്ക് പട്ടിയുടെ മൂത്രം കിട്ടിയാൽ അത് കുടിച്ചിട്ട് നീ ജീവിതം നിലനിർത്ത്, എന്നാലും കള്ളു കുടിക്കരുത്. കള്ളിൽ ശിഫയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കള്ളിൽ ഒരു രോഗത്തിനുമുള്ള ശിഫ കള്ളിലില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരിക്കാൻ കിടക്കുമ്പോ അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറയത്തില്ല ഉസ്താദ്, നല്ല ശിഷ്യൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ല പഠിക്കുന്ന വിദ്യാർത്ഥി സക്കറാത്തിന്റെ അവസ്ഥയിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ പറയൂല, കാഫിറായിട്ട് ചത്തുപോയി, മരിച്ചുപോയി. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്തേ അല്ലാ എന്റെ ശിഷ്യനെ എനിക്കൊന്ന് സ്വപ്നം കാണിച്ചതാ പടച്ചവനെ. അള്ളാഹുവിനോട് ദുആ ചെയ്തു. 40 ദിവസം ദുആ ചെയ്തു. 40ന്റെ അന്ന് ഉസ്താദ് നോക്കുമ്പോ ഖബറിന്റെ അകത്ത് തീക്കകത്ത് കിടന്ന് എരിയുകയാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിദ്യാർത്ഥിയോട് അവിടെ നിന്ന് ചോദിച്ചു, എന്തേ മോനെ നിനക്ക് എന്തേ സംഭവിച്ചേ? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല എന്ന് പറയാനുള്ള കാരണം അവിടെ നിന്ന് പറഞ്ഞു, മൻ ശരിബൽ ഖിയാല ഫീ. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. മഹാനബറുകളോട് പറയുന്നു, വ ഇന്നലി ഇല്ലത്തുൻ ഫജിഅതു ഇലാ തബീബിൻ ഫസഅൽതു ഫഖാല ഇശ്രിബ് ഫീ കുല്ലി സന്ന. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എനിക്കൊരു അസുഖമുണ്ടായിരുന്നു. വൈദ്യന്മാര് പറഞ്ഞു, എല്ലാ വർഷവും ഒരു ദിവസം ഒരു ഗ്ലാസ് കള്ളു കുടിക്കണം, എങ്കിലേ നിന്റെ രോഗം മാറൂ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ വർഷവും കുടിക്കുമായിരുന്നു. എനിക്കതിന് അള്ളാഹു തന്ന ശിക്ഷയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവൻ ലഹരി വസ്തു നമ്മളൊരു കള്ളു കുടിക്കത്തില്ല. ഈ സദസ്സിരിക്കണ പലരും കള്ളു കുടിക്കത്തില്ല, പക്ഷെ പലരും വീടി വലിക്കൂല്ലേ? വീടിയും സിഗരറ്റും വലിക്കാവോ? പറ മനുഷ്യന്മാരെ, വലിക്കാവോ? വീടിയും സിഗരറ്റും വലിക്കുന്നവരുണ്ട്. പിന്നെ കുറെ സാധനങ്ങൾ ചുണ്ടിനടിയിലും അവിടെ ഇവിടെ, അത് പോട്ടെ, ഞാൻ പറയുന്നില്ല. വേറെ ഈ വീടി വലി സിഗരറ്റ് വലിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഹറാമൊന്നുമല്ല, വീടി വലി ഹറാമല്ല. പക്ഷെ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അത് നല്ലതല്ല, കറാഹത്താണെന്ന് പറയുന്നവരുണ്ട്. വീടി വലിക്കലും സിഗരറ്റ് വലിക്കലും നല്ല ഒരു ശീലമല്ല, അത് കറാഹത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ 40 കറാഹത്താകുമ്പോ ഒരു ഹറാമിന്റെ സ്ഥാനത്തല്ലേ? 100 പ്രാവശ്യം നീ വീടി വലിക്കുമ്പോൾ അതൊരു വലിയ പാപത്തിന്റെ സ്ഥാനത്തല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിർത്തിക്കൂടെ ചങ്ങായിമാരെ ഈ ദുശീലൊക്കെ? എടാ, ഭാര്യമാരെ കുറിച്ച് എന്ത് ചിന്തിക്കാത്തത്? ഇത് അടിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോന്ന രംഗം. ഇത് എവിടെ നിന്നാ ഉണ്ടായതെന്നറിയോ? ഈ ചുണ്ടത്ത് വെച്ചിട്ട് നീ ഇങ്ങനെ വലിക്കണ ഈ സാധനം എവിടെ നിന്നാ ഉണ്ടായെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശപിച്ചു. നീ ശപിക്കപ്പെട്ടവനാടാ, നീ നശിച്ചു പോകൂടാ. അല്ലാഹു ശപിച്ചപ്പോ നിന്ന സ്ഥലത്ത് നിന്ന് മൂത്രം ഒഴിച്ചു, പേടിച്ചിട്ട്. ശൈത്താൻ അല്ലാഹു ശപിച്ച സമയത്ത് നിന്ന സ്ഥലത്ത് നിന്ന് മൂത്രം ഒഴിച്ചു. ആ മൂത്രം വീണ സ്ഥലത്ത് നിന്ന ഇതെല്ലാം ഉണ്ടായത്. നീ അതാ ചുണ്ടത്ത് വെച്ച് വലിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് 4 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കള്ള് ഉപയോഗിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, അവന്റെ ആക്കിബത്ത് മോശമാ. അല്ലാഹു കാക്കുമാറാകട്ടെ. തങ്ങൾ വരാറായി, ഞാൻ നിർത്താൻ. രണ്ടും കൂടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് കള്ളു കുടിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണ്. 4 മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അമ്മാനെ തല്ലുന്ന മക്കള്, വാപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കള്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണ്. എന്റെ പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ ഇന്ന് വല്ലാതെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുടെ കാലമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ ആലിമാകട്ടെ, ഹാഫിളാകട്ടെ, എത്ര വലിയ ആളാകട്ടെ, ഹജ്ജും ഉംറയും പള്ളിയൊക്കെ കെട്ടിക്കൊടുത്തവനും ചെയ്തവനുമാകട്ടെ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയില്ല. മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബികളെ ചാരത്ത് നിന്നിട്ട് അൽഖമയോട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമ റളിയല്ലാഹു തആല അൻഹു പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവന്നു. പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണ്? അൽഖമയുടെ ഉമ്മ പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്റെ മോൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവനവന്റെ ഭാര്യ മതി നബിയേ. എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ്. എന്റെ മനസ്സു വല്ലാതെ വേദനിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഉമ്മ, അൽഖമ മരണത്തോട് മല്ലടിക്കുകയാണ്. അവന് ഷഹാദത്ത് കലിമ പറയണമെങ്കിൽ നിങ്ങൾ പൊരുത്തം കൊടുക്കണം. നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ? ഇല്ല നബിയേ, ഇല്ല നബിയേ, എന്നോടവൻ ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, അൽഖമയെ കരിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കളാ. ആ സമയത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ പൊന്നുമോന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു നബിയേ. ആ സമയത്താണ് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് ഷഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞത്. ഒരു സഹാബിയായിട്ട് ഉമ്മാനെ തല്ലിയതല്ല, ചീത്ത വിളിച്ചതല്ല. ഉമ്മയ്ക്കൊരു ധാരണ വന്നു, ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണെന്നുള്ള ഒരു തോന്നല് വന്നതിന്റെ പേരിൽ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചപ്പോ അവിടത്തെ ആഖിബത്തിന്റെ സമയത്ത് പറയാൻ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയെങ്ങാണം നമുക്കെതിരെ ദുആ ചെയ്താ, ഉമ്മാന്റെ കണ്ണ് നിറയിപ്പിച്ചാ വല്ലാഹി രക്ഷപ്പെടൂല, വല്ലാഹി രക്ഷപ്പെടൂല. പടച്ചവനെ, ജുറൈജ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ജുറൈജിന്റെ ചരിത്രം അല്ലാഹു എവിടെന്ന് ചരിത്രത്തിൽ കാണാ. ജുറൈജിന്റെ ചരിത്രം അറിയുമല്ലോ. ജുറൈജ് ഒരു ദിവസം വീടിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് വീടിന്റെ അകത്ത് നിന്ന് നിസ്കരിക്കുകയാ. ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിച്ചപ്പോ ജുറൈജ് തങ്ങൾ വിചാരിച്ചു നമസ്കാരത്തിലാണല്ലോ, സലാം വീട്ടിയിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കാമെന്ന് കരുതി ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് കാത്തു നിന്നു. ജുറൈജ് നമസ്കാരത്തിലാ. റസൂലുള്ള പറയുന്നു, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഉമ്മ മോനെ എന്ന് വിളിച്ചാ കൈയടിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെറ്റ ഉമ്മാന്റെ വില അറിയോ? നമ്മുടെ ഉമ്മാന്റെ വില എന്തെന്നറിയോ? സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് മോനെ സിറാജ്, മോനെ സിറാജ് എന്ന് വിളിച്ചാ കൈയടിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജുറൈജ് തങ്ങള് നമസ്കാരത്തിലാ. ചിന്തിച്ചു, പടച്ചവനെ, നിസ്കരിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കാ. ഉമ്മ മിണ്ടാതെ നോക്കി നിന്നിട്ട് ഇറങ്ങിപ്പോയി. രണ്ടാമതും വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. അപ്പോഴും നമസ്കാരത്തിലാ. ജുറൈജ്
തങ്ങൾ വിചാരിച്ചു സലാം വീട്ടിയിട്ട് എന്തേ എന്ന് ചോദിക്കാ. ഉമ്മ കാത്തു നിന്നിട്ട് രണ്ടാമതും പോയി. മൂന്നാമതും ഉമ്മ വീട്ടിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. അപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചു, ഉമ്മാന്റെ മനസ്സങ്ങ് വേദനിച്ചു. അല്ലാഹുവേ, ആ ഉമ്മ പറഞ്ഞു, നാദാ, ഇവനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ല റബ്ബേ. മക്കളെ ശപിക്കുന്ന ഉമ്മമാരെ, മക്കളെ ശപിക്കുന്ന ഉമ്മമാരെ. ജുറൈജ് തങ്ങളുടെ ഉമ്മ പറഞ്ഞു, പടച്ചവനെ, ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലോ അല്ലാ. ജുറൈജ് തങ്ങൾ വല്ലാത്ത നിസ്കാരവാ, ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. എപ്പോ നോക്കിയാലും വിവാദത്താണ്. ജനങ്ങൾ മുഴുവനും ബഹുമാനിക്കുന്ന ആളാണ് ജുറൈജ്. അല്ലാഹുവേ, ജുറൈജിനെ പിഴപ്പിക്കാൻ ഒരു പെണ്ണ് നോക്കി, ഒരു സുന്ദരിയായ പെണ്ണ്. ജുറൈജ് തങ്ങളെ പിഴപ്പിക്കാൻ നോക്കി. എന്ത് ചെയ്തിട്ടും രക്ഷയില്ല. തന്റെ വീട് നിസ്കരിക്കുന്ന സമയത്ത് വീടിന്റെ അകത്ത് പോയിട്ട് നഗ്നയായി നിന്ന് കാണിച്ചു കൊടുത്തു. ശരീരത്തിലെ വസ്ത്രം മുഴുവനും അഴിച്ചിട്ട് നഗ്നയായി നിന്ന് നോക്കി. ജുറൈജ് തങ്ങള് ചലിച്ചില്ല. അവസാനം ആ പെണ്ണ് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. എന്നിട്ട് പടച്ചവനെ, ജനങ്ങളോട് മുഴുവനും പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അവസാനം ഒരു ദിവസം ജുറൈജ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു ചോര കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പെണ്ണ് വന്ന് നിന്നിട്ട് പറയുന്നു, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. നാട്ടുകാര് മുഴുവനും പിടിച്ച് തല്ലുകയാണ്. ജുറൈജ് തങ്ങളുടെ വീടെല്ലാം അടിച്ചു പൊളിച്ചു. നാട്ടുകാര് മുഴുവനും വ്യഭിചാരി എന്ന് വിളിച്ചിട്ട് ജുറൈജ് തങ്ങളെ തല്ലി. അവസാനം നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെട്ടു. കാരണം ഉമ്മാന്റെ ദുആയാ, ഉമ്മാന്റെ ദുആയാ. എങ്ങനെ നാറാതിരിക്കും? അവസാനം നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാറി. എല്ലാവരും കളിയാക്കി, എല്ലാവരും തല്ലി. അവസാനം ജുറൈജ് തങ്ങൾ പറഞ്ഞു, ഇത് ഞാൻ തെളിയിച്ചു തരാ, ഇത് ഞാൻ തെളിയിച്ചു തരാ. തെളിയിക്കാൻ എനിക്കൊരവസരം നിങ്ങൾ തരുവോ? ജുറൈജ് തങ്ങൾ ഒളിവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, നാഥാ, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ, എല്ലാം നിനക്കറിയുമല്ലോ അല്ലാ. പടച്ചവനെ, എന്തിനാ റബ്ബേ എന്നെ നാണം കെടുത്തുന്നത്? റബ്ബേ, സത്യം നീ തെളിയിക്കണേ അല്ലാ. അവസാനം ജുറൈജ് തങ്ങളെ നമസ്കാരം കഴിഞ്ഞിട്ട്, ജുറൈജ് തങ്ങളെ നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ, ആ പെണ്ണിനോട് പറഞ്ഞു, ചോര കുഞ്ഞിനെ കൊണ്ടുവരാറ്, പ്രസവിച്ച പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. മുന്നിലേക്ക് കൊണ്ടുവന്നു. ജുറൈജ് തങ്ങൾ ചോദിച്ചു, യാ ഗുലാം മന്നബൂക. പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, നിന്റെ വാപ്പയാരാടാ? നിന്റെ വാപ്പയാരോടാ? ജുറൈജ് തങ്ങൾ ചോര കുഞ്ഞിനോട് ചോദിച്ചു, നിന്റെ വാപ്പയാരാടാ മോനെ, പറയടാ. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കില്ല, പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കില്ല. ജുറൈജ് തങ്ങള് ചോദിച്ചു, ആരാ മോനെ വാപ്പ? ഞാനാണോ? ഇല്ല തങ്ങളെ, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയരാണെന്ന് ആ ചോര കുഞ്ഞ് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചത് തല്ലിയിട്ടല്ല, അടിച്ചിറക്കിയിട്ടല്ല, കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ല. നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമ്മാന്റെ വിളിക്കുത്തരം നൽകാത്തതിന് അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതാണെങ്കിൽ ഉമ്മാനെ തല്ലുന്ന കാസർഗോഡുകാരാ, ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്തവരെ എല്ലാരെയും ഞാൻ കുറ്റപ്പെടുത്തൂല. ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളെ എനിക്കറിയാ, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാ. എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 4ാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് അല്ലാഹു തരും മനുഷ്യ. പെറ്റതള്ളയെ തല്ലാൻ കൈപൊക്കിയവരെ, ഉമ്മാനെ ചീത്ത വിളിച്ചവരെ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചവരെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്തവരെ, പണക്കാരനായ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോ, അതാ ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായി കിട്ടിയപ്പോ, പെറ്റതള്ളയെ തിരിഞ്ഞു നോക്കാത്ത ഏത് മനുഷ്യനും ചിന്തിച്ചോ, നിന്റെ ആഖിബത്ത്
ചെയ്തിട്ട് മോശമാ, നിന്റെ അവസാനം മോശമാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉസ്താദേ ഗൾഫിൽ കിടന്ന ഒരു സഹോദരന് പടച്ചവനെ മൂത്രമിങ്ങനെ ക്യാൻസർ ആയിട്ട് മൂത്രമിങ്ങനെ ഒഴുകുകയാണ്, ട്യൂബിലൂടെയാണ് മൂത്രം പോകുന്നത്. കാണാ ചെന്നപ്പോ പറഞ്ഞു, ഉസ്താദേ എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുന്നു ഉസ്താദ്, എന്റെ മക്കൾ എന്നെ കഴുത്തിൽ പിടിച്ചിട്ട് കൊല്ലാൻ നോക്കുകയാ, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ ഉസ്താദേ, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ. എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്ത് കൈ കൊണ്ടിരിക്കുകയാണ്, ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ, ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ. നീ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു അവരുടെ മണ്ണറ മടിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഒന്ന് അവന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കും. നീ ഒരുപാട് കാലം നടക്കൂലടാ, ഉമ്മാനെ വേദനിപ്പിച്ചവനെ നീ ഒരുപാട് കാലം നെളിഞ്ഞു നടക്കൂല, നിന്നെ അല്ലാഹു പെട്ടെന്ന് മരിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, നിന്റെ ആക്കിബത്ത് മോശമാ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മൂന്ന്, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയ മക്കളെ നിന്റെ മോനും നിന്നെ തല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും പൊക്കും. ഈ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും ചീത്ത വിളിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോഴേ അതിന്റെ വേദന നമുക്കറിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നാലാമത്തെ വിഭാഗം അവരാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70,000 മലക്കുകളുടെ സംരക്ഷണമുള്ള 70,000 മലക്കുകളുടെ സംരക്ഷണമുള്ള മരിച്ചാൽ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന 3 ആയത്തുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ പ്രതിഫലം? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തങ്ങൾ വന്നു സിയാറത്ത് ചെയ്യാൻ പോയി, ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകൾ ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന് കിട്ടുന്ന 2 പ്രതിഫലം. 2 പ്രതിഫലം. 1, 70,000 മലക്കുകളുടെ സംരക്ഷണം കിട്ടും. 2, നാളെ ശുഹദാക്കളുടെ കൂടെയാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതല്ലേ, ഓതല്ലേ, ഓതല്ലേ. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. ഉറക്കെ നിയത്ത് ചെയ്യുന്നവര് കൈവക്ക്. അള്ളാഹുവിന്റെ ഖുർആനിലെ 3 ആയത്ത് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ, ഖുർആനിലെ ഒരു സൂറത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ ദാഹങ്ങൾ തീർന്നവനായ രീതിയിൽ അവൻ മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ ഓതല്ലേ, ഓതല്ലേ. നിയത്ത് ചെയ്യുന്നവൻ കൈവക്ക്. നിയത്ത് ചെയ്തവരൊക്കെ കൈപൊക്കി. കൈപൊക്കാത്തവൻ അല്ലാഹു തരുന്ന പ്രതിഫലം, കൈപൊക്കാത്തവൻ അല്ലാഹു തരുന്ന പ്രതിഫലം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് ഓതിയാ പടച്ചവനെ മരണസമയത്ത് ദാഹങ്ങൾ തീർന്നിട്ട് മരിക്കാം. 2, 3 ആയത്ത് ഓതിയാ നാളെ ശുഹദാക്കളുടെ കൂടെയാ. നാളെ ഹംസ റളിയല്ലാഹു തആല അൻഹു ബദറിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുടെ കൂടെ, ബദരീങ്ങളുടെ കൂടെ നാളെ നിനക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരായത്തോതാ മനസ്സില്ലാത്തവരെ, ഒരായത്തോതാ മനസ്സില്ലാത്തവരെ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 5ാമത്തെ വിഭാഗം നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരൊറ്റായത്തോതാ മനസ്സില്ലാത്തവരെ മരണസമയത്ത് ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ ദാഹം മാറാത്ത സമയമാ. ആ സമയത്ത് ദാഹങ്ങൾ തീർന്നവനായി മരിക്കാനുള്ള സൂറത്താ ഇതോതാ. മനസ്സില്ലാത്തവര് ഇത്രയും വലിയ അഹങ്കാരം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, അത്രയ്ക്കും വലിയ ചങ്കൂറ്റം നിനക്കുണ്ടെങ്കിൽ, എടാ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? എങ്ങനെയാ മരിക്കുന്നതെന്ന് കേൾക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ, എത്ര വലിയ കൊലകൊമ്പൻ നിന്റെ ചാരത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന മറുപടി ഖുർആൻ പറയുകയാ. അല്ലാഹ് തന്നെ പറയുന്നടാ, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. നീ തന്നെ ചാകുമ്പോ പറയുന്നു, ഞാൻ കാഫിറായിട്ടാ ചാകുന്നത്. എന്റെ മരണമൊഴി എന്തെന്നറിയോ? പാപ്പാന്റെ മരണമൊഴി എന്തെന്നറിയോ? ഉമ്മാന്റെ മരണമൊഴി എന്തെന്നറിയോ? ഞാൻ കാഫിറായിട്ടാണ് ചത്തുപോകുന്നതെന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു ആയത്തോതാ മനസ്സില്ലാത്തവൻ ചാകുമ്പോ അവൻ തന്നെ പറയും, ഞാൻ കാഫിറായിട്ടാ ചാകുന്നേന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ 5 വിഭാഗമായില്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറ ഇൻഷാ അല്ലാഹ്. ഓതല്ലേ ഇൻഷാ അല്ലാഹ്? അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതല്ലേ? ഒരു സൂറത്ത് ഓതല്ലേ? എന്താ ഇറങ്ങി ഓടണേ? ദുആഇന്റെ സമയമായപ്പോ ഓടുന്നില്ല. ഓടേണ്ടവരൊക്കെ ഓടിക്കോ. ഇവിടെ നിന്നല്ലേ ഓടാൻ പറ്റൂ. അസ്രായീൽ വരുമ്പോ എങ്ങോട്ട് ഓടാനാ? ഓന്തോടി എവിടെ വരെ ഓടും? ഒരു പരിധിയുണ്ട്. നീ ഓടിയാ നിന്റെ വീട് വരെ പോകും. അസ്രായീൽ വരുമ്പോ പള്ളിക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഓതല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയ മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നവരായി മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയത്ത് ചെയ്യുന്നവരൊന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതാൻ, ഒരു സൂറത്ത് ഓതാൻ പറയുമ്പോ, ഉസ്താദേ ഞാൻ ഓതാമെന്ന് തീരുമാനിച്ചവരെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറയാതെ പിരിഞ്ഞാലിനി ഉറക്കം വരൂല. തങ്ങൾ ഇരുന്നാലും പടച്ചവരെ ഒരല്പനേരം കൂടെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോ, ഇബ്നു അബ്ബാസ് തങ്ങൾ മരണപ്പെട്ടപ്പോ പടച്ചവനെ അവിടുത്തെ ജനാസ ഖബറടക്കുമ്പോ ഞാനും ഉണ്ടായിരുന്നു. അവസാനം ഖബർ മയ്യത്ത് ജനാസ വീട്ടിൽ നിന്നിറക്കുമ്പോഴാണ് ഞാൻ കടന്നു ചെന്നത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പടച്ചവനെ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ജനാസ കൊണ്ടുവന്ന് ഖബറടക്കി. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ജനാസ കൊണ്ടുവന്ന് ഖബറടക്കി. എല്ലാവരും ഖബർസ്ഥാനിൽ നിന്ന് പിരിയുമ്പോ, എല്ലാവരും പള്ളിക്കാട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പടച്ചവനെ പള്ളിക്കാട്ടിൽ ആരോ ഇരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. അതാ ഖബർസ്ഥാനിൽ ആരോ ഇരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ആരാണ് പടച്ചവര്? ഈ പള്ളിക്കാട്ടിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നത് ആരാണ്? തമ്പുരാന്. ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ഒരാളെയും പള്ളിക്കാട്ടിൽ കാണുന്നില്ല. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞു നടക്കുകയാ. അവസാനം പള്ളിക്കാട്ടിലൂടെ കടന്നു ചെല്ലുമ്പോ ഖുർആൻ കേൾക്കുന്നത് എവിടെ നിന്നറിയോ? ഖുർആൻ കേൾക്കുന്നത് എവിടെയെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അകത്താ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഖബറിന്റെ അകത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാ. ഏതായത്താ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഖുർആൻ ഓതുമെന്ന് ഈ മഖാമിന്റെ മുന്നിൽ നിന്നിട്ട് ഈ വെള്ളിയാഴ്ച രാവിലെ നിയ്യത്ത് ചെയ്തവരെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ,
ഖബറിന്റെ അകത്ത് നിന്ന് കേട്ട ആയത്തേതാ? ഖബറിന്റെ അകത്ത് നിന്ന് കേട്ട ആയത്തേതാ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് അവിടുന്ന് കേട്ട ആയത്താ, അവിടുന്ന് കേട്ട ആയത്താ. ഈ മഖാമിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതാൻ നിയ്യത്ത് ചെയ്തവരെ, നിന്റെ റൂഹ് പിടിക്കുമ്പോ നീ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യം നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവര് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ, നിന്നോട് പടച്ച റബ്ബ് സലാം പറഞ്ഞിരിക്കുകയാ. അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു. പടച്ചവനെ, അവരെല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അതാ കാലിന്റെ തള്ളവിൽ നിന്ന് മുട്ടുവരെ റൂഹ് പിടിച്ചു, വരെ പിടിച്ചു, അവിടുന്ന് വയറ് വരെ പിടിച്ചു, അവിടുന്ന് നെഞ്ച് വരെ പിടിച്ചു. നെഞ്ചിന്റെ ഭാഗത്ത് റൂഹ് വന്നപ്പോ എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാ. ഇനി അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് പിടിക്കുന്ന ജോലിയാ. അല്ലാഹ്, അസ്റായിൽ നിന്റെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് പിടിക്കാൻ അവിടുന്ന് പിടിക്കാൻ തുടങ്ങുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ നിന്റെ കണ്ണ് നിറയുമ്പോ മലക്ക് ചോദിക്കുകയാ, ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിളിച്ചു കൂവുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? നോക്ക് കണ്ടോ, നിന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന മലക്കുകളെ കണ്ടോ? അവര് നിന്നെ കൊണ്ടുപോകാമെന്നതാ, നിന്നെ സ്വീകരിക്കാമെന്നതാ. നീ കരയല്ലേ, നീ കരയല്ലേ. ഇർജിഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. മലക്കുകൾ ഇങ്ങനെ സ്വാഗതം പറയുകയാ. പടച്ചവനെ സ്റ്റേജിലിരുത്തിയിട്ട് ഇവൻ വലിയവനാണ്, മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഫ്ലക്സടിച്ച് വെക്കുമ്പോഴല്ല കാര്യമാകുന്നത്. എപ്പോഴാണ് സ്വാഗതം കേൾക്കേണ്ടതെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ 70,000 വരുന്ന മലക്കുകൾ നിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട്, എടാ സ്വർഗവാസി, എടാ സ്വർഗവാസി, നോക്കടാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കണ്ടോ? നിനക്കല്ല തരുന്ന പ്രതിഫലം കണ്ടോ? ചിരിക്കടാ, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കടാ. നിന്നെ കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കടാ. എന്ന മലക്കുകൾ നിനക്ക് സ്വർഗം കാണിച്ചു തരും. അത് കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യവാ, അത് കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, മോനെ തകർന്ന് തരിപ്പണമാകാൻ സമയമെടുത്തടാ. ഈ ലോകത്തിന്റെ നാശമെടുത്തടാ. അതിന്റെ അഹങ്കാരമാ കാണുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളാ കാണുന്നത്. അതുകൊണ്ട് സർവ്വതും വലിച്ചെറിഞ്ഞിട്ട് പടച്ചുറപ്പിലേക്ക് മടങ്ങാ, നിസ്കരിക്കാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെക്ക് ചേർത്ത് പിടിക്കടാ ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ പാഞ്ഞു കടന്നു വരുന്നത്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയെ തടയുമ്പോ കയ്യും കാലും വെട്ടിമുറിച്ചിട്ട് മുടിയിൽ പിടിച്ച്
വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ശത്രുക്കൾ ഉസ്മാൻ തങ്ങളുടെ ചുറ്റുഭാഗം മുഴുവനും ഒരുമിച്ച് കൂടിയപ്പോ ആ കടാരത്തിന്റെ പുറകിലൂടെ കുത്തിയിറക്കിയിട്ട് തന്റെ കുടന്മാരെ താഴേക്ക് വീടുന്ന രീതിയിൽ അവിടുന്ന് കുത്തി മലർത്തുമ്പോ ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ ഖുർആൻ പിടിച്ചുകൊണ്ടിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ ഖുർആൻ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോഴാ അവിടുന്ന് ശത്രുക്കൾ വധിക്കുന്നത്. ഉസ്മാൻ തങ്ങൾ കുത്തുകൊണ്ട് താഴെ വീടുമ്പോഴും തന്റെ കയ്യിലിരുന്ന ഖുർആൻ, തന്റെ കയ്യിലിരുന്ന ഖുർആൻ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് കിടന്നിറങ്ങുന്ന ഉസ്മാൻ തങ്ങള് തന്റെ നെഞ്ചത്തേക്ക് ഖുർആനങ്ങ് ചേർത്ത് പിടിക്കുകയാ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. തന്റെ കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണത് ഖുർആനിന്റെ മുകളിലാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളില് ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം ഇങ്ങനെ വീഴുകയാ. നോക്കിയടാ മോരെ, എവിടെയാ വീണതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതായത്തിന്റെ മുകളിലാ തന്റെ ചുടുരക്തം വീണതെന്നറിയോ? മോനെ മരണമെന്ന് പറഞ്ഞാൽ അതിനാ മോനെ മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, എടാ വാസിയും വൈരാഗ്യം കാണിക്കുന്നത് ഉസ്താദെന്ന് പറഞ്ഞതിന്റെ പേര് നാളെ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലോ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ. നീ നട്ടലുള്ളവനാണെങ്കിൽ, നീ ആണത്തമുള്ളവനാണെങ്കിൽ, എടാ നീ ഒരു യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ നീ ആരോടാ പകരം വീട്ടണ്ടെന്നറിയോ? ആരോടാ നിന്റെ ചങ്കൂറ്റം കാണിക്കേണ്ടതെന്നറിയോ? നിന്നെ വഴിപിടപ്പിക്കുന്ന ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, നീ മരിക്കുന്ന സമയത്ത് അവൻ നിന്റെ ചാരത്ത് വന്ന് നിൽക്കില്ലോ. അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഉപ്പാന്റെ രൂപത്തില്, നിന്റെ ഉമ്മാന്റെ രൂപത്തില് കയ്യില് വെള്ളവും പിടിച്ചു കൊണ്ടുവന്നിട്ട് നിനക്ക് കുടിക്കാൻ തരാമെന്ന് പറയുമ്പോ, എടാ ശപിക്കപ്പെട്ടവനെ, നശിച്ചവനെ, പോകടാ എന്ന് പറഞ്ഞിട്ട് നീ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയുമ്പോ കരയണവടാ പൊന്നുപോര്. ശൈത്താനിന്റെ മുന്നിലിരുന്നിട്ട് ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ, ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. ഇവനെയാണ് അല്ലാഹ് പറഞ്ഞത് എനിക്ക് ചില അടിമകളുണ്ടെന്ന്. ഇബ്ലീസിനോട് പടച്ചവൻ പറഞ്ഞ് എനിക്ക് ചില അടിമകളുണ്ടടാ, ഒരിക്കലും നിനക്കവരെ പിഴപ്പിക്കാ. നീ അവരുടെ മുന്നിൽ തോക്കുവടാ, നീ അവരുടെ മുന്നിൽ കരയുവടാ. അല്ലാഹു പറഞ്ഞ അടിമയാകണം മുന്നിനോട്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകുന്ന കാഴ്ച കാണുമ്പോ ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ നടന്ന ശൈത്താൻ നെഞ്ച് പൊട്ടിയിട്ട് കരയുന്ന കാഴ്ച കാണണം. എന്നിട്ട് നീ ചിരിക്കണം. നിന്നെ കാണാ വരുന്നവരുടെ മുഖത്ത് നോക്കി, നിന്നെ കാണാ വരുന്നവരുടെ മുഖത്ത് നോക്കി. കുമ്പളക്കാര് മുഴുവനും നിന്റെ വീട്ടിൽ നിരന്നു വരും. എന്നിട്ട് കുളിപ്പിച്ച് പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. വെള്ളത്തുണിക്കകത്ത് പുതച്ച് വീടിന്റെ അകത്ത് കിടക്കുമ്പോ കാണുന്നവര് മുഴുവനും പറയണം മരിച്ച സിറാജ് മരിച്ചതുപോലെ, മരിച്ച ഉമർ ഉസ്താദ് മരിച്ചതുപോലെ, മരിച്ച അബൂബക്കർ മരിച്ചതുപോലെ. നിന്റെ ജനാസയിൽ നോക്കുന്ന ഓരോ മനുഷ്യരും അവിടെ നിന്നുകൊണ്ട് പറയണം അല്ലാഹ് എനിക്കും തരണേ അല്ലാഹ്, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. ജീവിച്ചിരുന്ന കാലത്ത് നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞ നിന്റെ ഏറ്റവും വലിയ ശത്രു വെളിയിലിറങ്ങിയിട്ട് പറയണം കണ്ടോടാ, അവന്റെ മുഖത്തെ ചിരിയുണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ.